विविध ഭാഗങ്ങളിൽ നിന്ന് ഈ ഗ്രാമത്തിൽ എത്തിച്ചേർന്നു. अगर आप गिनती करेगा तो 50 से अधिक लोग अलग अलग जहाज से इस गांव में पहुंच गया था. ഞങ്ങൾക്ക് ഇവിടെ താമസിക്കാനൊക്കെ നല്ല സൗകര്യമുള്ളൊരു നിലയിൽ ഈ ഗ്രാമം വികസിച്ചിരിക്കുന്നു. हम सब लोगों को रहने लायक इतना सुंदर तरीका से इस गांव को परमेश्वर ने आशीष दिया. എന്നാൽ 40 വർഷം മുന്നമേ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ രാജു കെ തോമസ് അവர்கள் ഇവിടെ കടന്നു വരുമ്പോൾ ഇതെല്ലാം വളരെ ദരിദ്ര ഗ്രാമങ്ങളായിരുന്നു. लेकिन 40 साल पहले पास्टर जब यहाँ पर आए थे उस समय इस गांव की हालात ऐसा नहीं था. यहाँ पे कुछ भी नहीं था. കഴിക്കാനൊന്നുമില്ല, खाने के लिए भी नहीं हो, ധരിക്കാനൊന്നുമില്ല, कई जगह में पहनने के लिए भी नहीं होते, കിടക്കാൻ ഒരിടവും, सोने के लिए जगह नहीं होते. ആ നിലയിൽ ദരിദ്ര ഗ്രാമങ്ങളായിരുന്ന ഈ സ്ഥലത്തെ कई गांव थे जो कंगाल थे, बहुत गरीबी थे कई गांवों में. യേശു ആഗമനം മാറ്റി. लेकिन अभी गांवों की हालातों को परमेश्वर पूरा बदल दिया है. അവരുടെ ആത്മാവിന് പുതിയ ജീവൻ കർത്താവ് കൊടുത്തു. उसकी आत्मा में एक नया जीवन प्रभु ने दिया है. നിത്യജീവൻ പ്രാപിച്ചവരായി തീർന്നു അവർ. अनंत जीवन का वारिस बन गया सब लोग. മാത്രമല്ല അവരുടെ മനസ്സിന് സമാധാനവും സ്വസ്ഥതയും കൊടുത്തു. उनके मन को शांति और आनंद प्रभु ने दिया. അവരുടെ സാമ്പത്തിക മേഖലയിൽ വലിയ അഭിവൃദ്ധി കൊടുത്തു. उनके आर्थिक क्षेत्र में भी प्रभु ने बढ़ोतरी दिया है. അത്തരത്തിൽ വലിയ മാറ്റം ആത്മീകമായും സാമൂഹികമായും നടന്ന ഒരു സ്ഥലത്ത് ആ ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുത്ത അഭിഷക്തൻ നമ്മോടുകൂടെ ആയിരിക്കുന്നത് നമുക്ക് വലിയൊരു പദവിയാണ്. तो आत्मिक तौर से सामाजिक तौर से इस बड़ा परिवर्तन पास्टर प्रभु के अभिषेक के दौरान यहाँ पर हुआ है. तो इसी के पास्टर हमारे साथ में होना हमारे लिए एक बहुत बड़ा आशीष है. വിവിധ സന്ദർഭങ്ങളിൽ കർത്താവിന്റെ ദാസന്റെ സാക്ഷ്യങ്ങളുടെ ചില ഭാഗങ്ങൾ എനിക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. अलग अलग समय पर प्रभु के अभिषेक की गवाही के टुकड़ा में इधर उधर से सुना था. ഇന്നും ഞങ്ങൾ കുറച്ച് കേട്ടു. आज भी हमने कुछ थोड़ा सुना है. കേട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പാസ്റ്റർ അടുത്ത് നിൽക്കാൻ പോലുമുള്ള യോഗ്യതയില്ല. सुनने के बाद हमें ऐसे लगता है पास्टर के पास में खड़े होने का योग्यता भी हमें नहीं है. നമ്മുടെ ജീവിതത്തിൽ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ള തിരിച്ചറിവ് നമുക്ക് ലഭിക്കും. ऐसे हमें समझ में आता है कि हम अपने जीवन में अभी तक कुछ किया ही नहीं है. ഞാൻ എൻ്റെ വൈഫ് ഷീബയോട് ഞാൻ പറയുകയുണ്ടായി, പാസ്റ്റർ അടുത്ത് നിൽക്കാൻ പോലുള്ള യോഗ്യത നമുക്കില്ല. पास्टर अपना वाइफ शिबानी से बोल रहे थे कि हम पास्टर के पास खड़े होने का भी योग्यता हमारे पास नहीं है. അത്തരത്തിൽ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ട അഭിഷക്തന്റെ അരികിലായിരിക്കുവാനും ആ ഉണർവ് നടന്ന ദേശത്തായിരിക്കുവാനും കഴിയുന്നത് ഒരു വലിയ അത്ഭുതാവസരമായിട്ട് ഞങ്ങൾ കരുതുന്നു. इस प्रहार परमेश्वर इस्तेमाल करने वाला प्रभु के अभिषेक के साथ में खड़े होना, उस बेदारी जहां पर हुआ उस गांव में रहना, ये सब बहुत बड़ा सौभाग्य हम समझते हैं. ആമേൻ, ഹല്ലേലൂയ. നിങ്ങൾ അത് വിശ്വസിക്കുന്നുവെങ്കിൽ കരമുയർത്തി കർത്താവിനെ സ്തുതിക്കുക. विश्वास करता है तो हाथ उठाकर प्रभु की स्तुति करें, आराधना करें. हालेलुया, ഹല്ലേലൂയ, हालेलुया. അതിനാൽ കർത്താവിന്റെ ദാസൻ സംസാരിക്കുവാൻ പോകുന്നു, ശുശ്രൂഷിക്കുവാൻ പോകുന്നു. ഞാൻ വിശ്വസിക്കുന്നു ആ സമയത്ത് തന്നെ നിങ്ങൾ വിശ്വാസത്തോടുകൂടെ സ്വീകരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മേൽ ഒരു പകർച്ച സംഭവിക്കും. प्रभु के अभिषेक इस समय हमारे बीच में सेवकाई करने जा रहे हैं. अगर आप विश्वास करते हैं, स्वीकार कर सकते हैं कि पवित्र आत्मा के एक कार्य आपका जीवन में भी समय होने जा रहा है. മലയാളത്തിൽ സംസാരിക്കുന്നതായിരിക്കും രാജ്മോഹൻ പാസ്റ്റർ ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യും. पास्टर मलयालम में बात करेंगे, मैं हिंदी में अनुवाद करूंगा. പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാം. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കർത്താവിന്റെ ദാസൻ പാസ്റ്റർ രാജു കെ തോമസ് അവരുടെ ശുശ്രൂഷകൾക്കായി ക്ഷണിക്കാം. സ്വർഗപിതാവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു ഈ അതിമനോഹരമായ സമയത്തിന് വേണ്ടി. ഈ തുറന്ന ആകാശത്തിൻ്റെ കീഴിൽ ഈ വീടിൻ്റെ ടെറസിൽ അനേക ദൈവമക്കൾ ഒന്നിച്ച് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഓൺലൈനിൽ ഞങ്ങളോടുകൂടി ആയിരിക്കുന്ന സകല വിശുദ്ധന്മാരോട് ഒന്നിച്ച് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തമായ സ്പർശനം ഈ ഓൺലൈനിലായിരിക്കുന്ന ഓരോ വ്യക്തികളിലും, ഇവിടെ ആയിരിക്കുന്ന ഓരോ വ്യക്തികളിലും അഭിഷേകത്തോടുകൂടെ പകരണമേ. ശത്രുവിൻ്റെ പ്ലാനുകൾ തകരണമേ. ദൈവരാജ്യം ഞങ്ങളുടെ ഭാരതത്തിൽ, ലോകത്തിൽ സ്ഥാപിക്കപ്പെടണം. ഇന്ത്യയിലെ ആരും നശിക്കരുത്. എല്ലാവർക്കും വേണ്ടിയാണല്ലോ യേശു മരിച്ചത്. ആ സ്നേഹത്തിൻ്റെ സത്വർത്തമാനം അറിയാത്ത ആയിരക്കണക്കിന് ഗ്രാമങ്ങളുണ്ട്. അവിടെയും ഞങ്ങൾ ആരെയെങ്കിലും അയക്കണമേ. അടിയങ്ങളെ ഒരുക്കണമേ. ഇത് കേൾക്കുന്നവരെ ഒരുക്കണമേ. കർത്താവേ, ജീവൻ്റെ അപ്പം വിളമ്പുന്നവരായി തീരുവാൻ ഓരോരുത്തരെയും ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഈ സന്തോഷമായ സമയത്ത് നിങ്ങളോട് ഒന്നിച്ച് പിന്നെ ഒരു പ്രാവശ്യം കൂടെ ഓൺലൈനിൽ കടന്നു വരുവാൻ ദൈവം ഭാഗ്യം നൽകിയതിനാൽ आनंद से भरा हुआ समय पर आप लोगों के साथ फिर से ऑनलाइन में आने के लिए यहाँ पर आने के लिए प्रभु ने सहायता किया. प्रभु को धन्यवाद. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് അഹമ്മദാബാദിൽ വെച്ച് നടന്ന പ്രാർത്ഥനയിൽ ചില മിനിറ്റുകൾ ഞാൻ വളരെ ധൃതിയിലായിരുന്നു എങ്കിലും അല്പകാര്യങ്ങൾ പറയുവാൻ, സാക്ഷ്യം പറയുവാൻ ദൈവം അവസരം നൽകി. പിന്നെ ഒരു പ്രാവശ്യം കൂടെ കർത്താവിന്റെ ദാസൻ സ്റ്റീഫൻ പാസ്റ്ററോടും കുടുംബത്തോടും
അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാരോട് ഒന്നിച്ച് ഇങ്ങനെ ഒരു അവസരം തന്നതിനാൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. कुछ समय पहले हम अहमदाबाद में एक साथ थे, वहाँ पे प्रार्थना की थोड़ा समय मिला था हम कुछ बातों को शेयर करने के लिए. आज फिर से पास्टर फिनी स्टीवन पास्टर परिवार और भी अभिषिक्तों के साथ में एक अवसर प्रभु ने दिया, इसलिए मैं प्रभु धन्यवाद करता हूँ. ഈ കഴിഞ്ഞ 2 ദിവസം ഇവിടെ നടന്ന മീറ്റിംഗ് വാസ്തവത്തിൽ സ്വർഗം തുറക്കപ്പെട്ട് ദൈവത്തിൻ്റെ അഭിഷേകത്തിൻ്റെ ശക്തിയിൽ നൂറുകണക്കിന് ജനങ്ങൾ ആത്മാവിൽ നിർത്തുവാൻ കഴിയാത്ത വിധത്തിലുള്ള അഭിഷേകത്തോടുള്ള ആരാധനയായിരുന്നു. पिछले 2 दिन यहाँ पे जो मीटिंग हुआ था, प्रार्थना सभा हुआ था, साधारणतः खुला हुआ स्वर्ग के अनुभव हम महसूस किया. मीटिंग रोक नहीं पा रहा था, इससे आनंद का भरपूरी को हम महसूस कर रहा था. ഈ ദേശങ്ങൾ യുവദാസൻ ഓർപ്പിച്ചതുപോലെ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സ്പർശനം അനുഭവിക്കപ്പെട്ട ദേശമാണ്. ഈ ഭൂമി തന്നെ, ഈ ദേശം തന്നെ, ഇവിടുത്തെ അന്തരീക്ഷം തന്നെ മാറുവാൻ ദൈവപ്രവൃത്തി കൊണ്ട് ഇവിടെ ഇടയായി തീർന്നു. और ये देश जैसे पास्टर ने बोला है, बहुत सारे प्रभु के कार्यों का गवाह है. इस मिट्टी, ये अंतरिक्ष, ये सब कुछ बदल गया था प्रभु का कार्य के द्वारा. കഴിഞ്ഞ 40 പരം 42 വർഷത്തോളമായി കർത്താവിൻ്റെ ചെറുപ്പത്തിൽ, എൻ്റെ യൗവനത്തിൽ 25-ാമത്തെ വയസ്സിൽ ഞാൻ വിവാഹം കഴിച്ച് എൻ്റെ ഭാര്യയെ നാട്ടിൽ തനിച്ചാക്കിയിട്ട് വീട്ടിലെൻ്റെ മാതാപിതാക്കളോടാക്കിയിട്ട് ഞാൻ ഏകനായിട്ട് എങ്ങോട്ട് പോകുന്നെന്നറിയാതെ, ആരും വിളിക്കാതെ, ആരും വിടാതെ, ആരും അറിയാത്ത, ഒരു മനുഷ്യൻ പോലും പരിചയമില്ലാത്ത തികച്ചും അവിരുദ്ധമായ ഈ സ്ഥലത്ത് ദൈവം എന്നെ അയച്ചു. 42 साल पहले मेरे 25 साल की उम्र में मेरा शादी हुआ था. शादी होने के ठीक बाद मेरे वाइफ को मैं अपने घर में छोड़कर मैं यहाँ पर आए. उत्तर भारत में कहाँ पे जाना है, कैसे जाना है, कहाँ पे शुरू करना है, कुछ मालूम नहीं था प्रभु ने, लेकिन मैं सीधे यहाँ पर पहुँच गया था. ഗുജറാത്തിൽ എൻ്റെ പരിചയക്കാരോ സ്നേഹിതരോ ഒരു അഡ്രസ്സോ ഒരു നമ്പരോ ഒരു മനുഷ്യൻ പോലും ഇല്ല എന്നെ അറിയുന്ന ഒരു വ്യക്തി പോലും ഇല്ല. गुजरात में किसी का एड्रेस या फोन नंबर, किसी को जानने वाला, मुझे जानने वाला, मैं जानने वाला, ऐसे कोई नहीं था, कुछ भी नहीं था जब मैं यहाँ पर आए थे. ഇന്ന് എനിക്കറിയത്തില്ല ഞാൻ എങ്ങനെ ഗുജറാത്തിൽ എത്തിയെന്ന്. ദൈവത്തിന്റെ ഒരു പ്രത്യേക നിയോഗമായിരുന്നു എത്രമാത്രം ഞാൻ പറയട്ടെ. आज भी मुझे मालूम नहीं मैं कैसे गुजरात में पहुंच गया. इतना मालूम है परमेश्वर की एक बड़ी योजना था. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവം തന്റെ ഭക്തന്മാരുടെ ഹൃദയത്തിന്റെ ആഗ്രഹങ്ങളെ സാധിപ്പിക്കുന്ന ദൈവമാണ്. एक बात मैं आपको बोलूं, परमेश्वर अपने भक्तों को हृदय की इच्छाओं को पूरा करने वाला परमेश्वर है. എൻ്റെ ഒറ്റ ആഗ്രഹമേ ഉള്ളായിരുന്നു ദൈവത്തോട് പ്രാർത്ഥിച്ചത്. मैं परमेश्वर से एक ही बात प्रार्थना किया था, സുവിശേഷം കേൾക്കാത്തവരോട് സുവിശേഷം പറയാം. जहाँ पे सुसमाचार नहीं पहुंचा वहां पर मुझे सुसमाचार प्रचार करना है. പോകാൻ ആഗ്രഹിക്കാത്തടത്ത് എനിക്ക് പോകണം. ऐसे जहाँ में मुझे जाना है जहाँ पर कोई जाना ही नहीं चाहता है. കേരളത്തിൽ വെച്ച് എനിക്ക് അറിയത്തില്ലായിരുന്നു, നോർത്ത് ഇന്ത്യയിൽ വായിക്കാനും എഴുതാനും അറിയാൻ വയ്യാത്ത ആൾക്കാരുണ്ടെന്ന് അറിയത്തില്ലായിരുന്നു. ഇവിടെ വന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ കണ്ടു ഗ്രാമങ്ങൾ, ഒരു മനുഷ്യൻ പോലും അക്ഷരം അറിയാത്തവരുള്ള ഗ്രാമങ്ങൾ കണ്ടപ്പോൾ എൻ്റെ ഹൃദയം പൊട്ടിയിട്ട് ഞാൻ നിലവിളിച്ച് ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, ഇങ്ങനെയുള്ള ഗ്രാമത്തിൽ നീ എന്നെ അയച്ചാൽ ഞാൻ അവർക്ക് വേണ്ടി എൻ്റെ ജീവൻ അർപ്പിച്ച് ഇവരോട് ഞാൻ സുവിശേഷം പറയാമെന്ന്. और केरला में मुझे मालूम नहीं था कि इंडिया में ऐसे अनपढ़ लोग भी, लिखना पढ़ना नहीं आते ऐसे लोग भी होते हैं. और लेकिन जब मैं यहाँ पर आया, कई गाँव में गया, कई जहाँ में गया, ऐसे हजारों लोगों को देखा जिसको लिखना पढ़ना नहीं आता, कुछ भी नहीं मालूम. मैं प्रभु की बस में रोक के चिल्ला कर बोला, प्रभु आप मुझे भेजे, मैं जाऊंगा, मेरा जीवन कुर्बान करूंगा उसको सुसमाचार बताने के लिए. यीशु मसीह संसार में आया, धनवानों को सुसमाचार देने के लिए नहीं आया, कंगालों കുഴപ്പമില്ല. യേശു കർത്താവ് ലോകത്തിലേക്ക് വന്നത് ധനികന്മാരോട് സുവിശേഷം പ്രസംഗിക്കാൻ വേണ്ടി മാത്രമല്ല, ദരിദ്രന്മാരോട് സുവിശേഷം പ്രസംഗിക്കാനും കൂടിയായി. कंगालों को सुसमाचार प्रचार करने के लिए यीशु मसीह आया. ദരിദ്രന്മാരോട് സുവിശേഷം പ്രസംഗിക്കാൻ യേശു വന്നു. ഓക്കെ, എനിക്ക് മലയാളത്തെക്കാൾ ഹിന്ദിയാണ് വശം, നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. എങ്കിൽ ഇത്രയും വർഷങ്ങളായിട്ട് ഞാൻ ഹിന്ദിയാണ് എപ്പോഴും പ്രസംഗിക്കുന്നത്. നല്ല അറിയത്തില്ലതില്ല, എന്നാൽ ഹിന്ദി ഒന്നുകൂടെ എനിക്ക് ഫ്ലുവൻ്റ്. सालों से पास्टर हिंदी में प्रचार करते, इसलिए मलयालम से ज़्यादा हिंदी में सही तरीके से बोल पाते हैं. तो मेरा कहने का मतलब वही है, परमेश्वर अपनी भक्तों का, आज रात्रि मुझे सुनने वाला एक व्यक्ति से मैं पूछना चाहता हूँ, आपकी दिल की इरादा आज रात्रि जो है वो मेरा परमेश्वर पूरा करने वाला परमेश्वर है. ദൈവം തന്റെ ഭക്തന്മാരുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ പൂർത്തീകരിക്കുന്ന കർത്താവാണ്. രാത്രി എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തികളുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ കർത്താവ് പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. नहीं तो आज रात्रि आप पेपर ले लो, बुक ले लो, डायरी ले लो, नहीं तो बाइबल के साइड पर लिखो आपका मन की इच्छा. आपकी आंख बंद होने के पहले ये पूरा इच्छाओं को परमेश्वर पूरा कराने वाला है. അല്ലെങ്കിൽ നിങ്ങളുടെ ബുക്കിനകത്ത്, ബൈബിളിനകത്ത് എഴുതി വെച്ചോ, നിങ്ങളുടെ ആഗ്രഹത്തെ എഴുതി വെച്ചോ. അല്ലെങ്കിൽ നമ്മുടെ കർത്താവ് നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിവർത്തീകരിക്കുന്ന ദൈവം തന്നെയാണ്. प्यारे परमेश्वर के लोगों, भारत में 7 लाख से अधिक गांव है. ദൈവമക്കളെ, ഇന്ത്യയിൽ 7 ലക്ഷത്തിലധികം ഗ്രാമങ്ങളുണ്ട്. अभी भी आधा से ज्यादा गांव सुसमाचार रहित है. ഇപ്പോഴും പകുതിയിലധികം ഗ്രാമങ്ങളിലും സുവിശേഷം എത്തിയിട്ടില്ല. अभी भी 50% गांव में
एक प्रभु का दास नहीं है, कलीसिया नहीं है। ഇപ്പോഴും 50% ഗ്രാമങ്ങളിലും ഒരു ചർച്ച് ഇല്ല, ഒറ്റ പാസ്റ്റർ ഇല്ല. यहाँ है बहुत लोग हैं, लेकिन जहाँ नहीं है उधर भी सुनसान है। उधर भी हमें प्रभु के लोगों को भेजना है, उधर कलीसिया स्थापित होना है, क्योंकि उधर जो मनुष्य है उनको भी एक आत्मा है। यीशु मसीह का मृत्यु सारे मनुष्यों की आत्माओं के लिए है। ഉള്ളിടത്ത് ഒരുപാട് ആൾക്കാരുണ്ട്, ഇല്ലാത്തടത്ത് ആരും തന്നെ ഇല്ല. അവിടെയെല്ലാം നമുക്ക് സുവിശേഷം എത്തിക്കണം, അവിടെയെല്ലാം സുവിശേഷമായിട്ട് പോകുവാൻ നമുക്ക് കഴിയണം, നമുക്ക് അയക്കുവാൻ കഴിയണം. കാരണം കർത്താവ് ക്രൂശിൽ മരിച്ചത് എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. मेरे जीवन में, मेरी जवानी की मेरी यही इच्छा था, कभी कोई नहीं गया, कोई नहीं जानते। मैं इधर पहले फर्स्ट टाइम जब सोनगढ़ में आया रहने के लिए, मैं कमरा ढूंढने के लिए निकला, तब जिसको कमरा मांगा पूछा तो बोला आप कौन सी कंपनी के लिए काम कर रहा है। എൻ്റെ ആഗ്രഹം, യവനത്തിലെ ആഗ്രഹം, ആരും സുവിശേഷം കേട്ടിട്ടില്ലാത്ത സ്ഥലങ്ങളിൽ പോയി സുവിശേഷം പ്രസംഗം എന്നുള്ളതായിരുന്നു. ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്നപ്പോൾ എനിക്ക് താമസിക്കുന്ന റൂം തപ്പി നടന്നപ്പോൾ ആൾക്കാർ ചോദിച്ചത് എങ്ങനെയാണ്, നിങ്ങൾ ഏത് കമ്പനിയിലാണ് ജോലി ചെയ്യുന്നതെന്ന്. यीशु मसीह की प्रचार कर रहा है, मैं प्रभु का दास है, बोला बोला कौन सी नया कंपनी आया है। तो ഞാൻ പറഞ്ഞു യേശു ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കുന്നയാളാണ്, സുവിശേഷം പ്രസംഗിക്കാൻ വേണ്ടി വന്നയാളാണ്. അപ്പോൾ അവർ ചോദിച്ചു അത് ഏത് കമ്പനിയാണെന്ന് എന്നോട് ചോദിച്ചത്. ഒരു മനുഷ്യർക്ക് പോലും ആർക്കും അറിയത്തില്ലായിരുന്നു ആ कोई भी नहीं जानता था, कोई नहीं, आर्को അറിയത്തില്ലായിരുന്നു യേശു ക്രിസ്തുവിനെ. पुराना ज्यादा इतिहास में बताना नहीं चाहता हूं, लेकिन अभी की हालत में, अभी आज रात्रि परमेश्वर मुझसे जो बात कर रहा है आपके लिए, वो मैं आपके पास लाना चाहता हूं. അതെല്ലാം പറയാൻ ആഗ്രഹിക്കുന്നത്, പക്ഷേ ഇന്ന് രാത്രി ദൈവാത്മാവിനോട് പറയുന്ന കാര്യം നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. पवित्र आत्मा हमारे पर आएंगे, साधारण इंसान असाधारण में बदल जाएगा. പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരും, സാധാരണക്കാരായി മാറാൻ വേണ്ടി പോകും. पवित्र आत्मा हमारे अंदर आ जाएगा, हमारे अंदर की मनुष्य डर चले जाएगा, हम सामर्थ्य से परिपूर्ण हो जाएगा. പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ മാനുഷികമായ ഭയങ്ങൾ വിട്ടുമാറി പരിശുദ്ധാത്മാവിന്റെ ധൈര്യത്താൽ നമ്മൾ നിറയുകയാണ്. मैं जब केरला छोड़ा, मुझे हिंदी का अक्षर नहीं मालूम था, 12 खड़ी नहीं मालूम था. ഞാൻ കേരളം വിട്ടപ്പോൾ എനിക്ക് ഹിന്ദിയുടെ ഒറ്റ അക്ഷരങ്ങളും അറിയത്തില്ല, ഒന്നും അറിയത്തില്ലായിരുന്നു. 1977 में मैं केरला में बाइबल कॉलेज में पढ़ा. फिर मैं केरला की हमारे लीडर्स को कहा मुझे नॉर्थ इंडिया जाना है. मैं दिल से कह रहा है पास्टर जी, एक आदमी भी मुझे एक वेड़ देकर, मेरी खुद की कलीसिया, बेटा तू जा रहा है रास्ता में चाय पियो करके मुझे 5 रुपया आज तक नहीं दिया है. 1977 ഞാൻ കേരളം വിടുമ്പോൾ, ബൈബിൾ കോളേജ് പഠിച്ചിട്ട് കേരളം വിടുമ്പോൾ, ഞാൻ നോർത്ത് ഇന്ത്യക്ക് വേണ്ടി പോകാൻ വേണ്ടി ഇറങ്ങുമ്പോൾ ആരും എൻ്റെ സ്വന്തം ചർച്ച് പോലും ചായ കുടിക്കാൻ വേണ്ടി പോലും 1 രൂപ തന്നെ എന്നെ വിട്ടില്ല. मुझे उसमें दुख नहीं है, लेकिन मेरा परमेश्वर आज तक मुझे भूखा नहीं रखा है. എനിക്ക് അതിനകത്ത് വിഷമമൊന്നുമില്ല, പക്ഷേ ഇന്ന് വരെ എൻ്റെ ദൈവം എനിക്ക് വിശന്നിരിക്കുവാൻ കർത്താവ് അനുവദിച്ചിട്ടില്ല. बुलाने वाला सच्चा और जीवित है. നമ്മളെ വിളിച്ചവൻ വിശ്വസ്തനാണ്, ജീവിക്കുന്നവനാണ്. वो दिल की इच्छाओं को, भक्तों की दिल की इच्छाओं को पूरा करने वाला परमेश्वर है. ഭക്തന്മാരുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിവർത്തീകരിക്കുന്ന ദൈവമാണ്. आज रात्रि आपका मन की मनोरथ क्या है, वो प्रभु से कहिए, आपके द्वारा परमेश्वर पूरा कराने जा रहा है. ഇന്ന് രാത്രി നിങ്ങളുടെ ഹൃദയത്തിലെ ആഗ്രഹം എന്താണ് കർത്താവിനോട് പറയുക, അത് നിവർത്തീകരിക്കുവാൻ അവൻ മതിയായ ദൈവമാണ്. मेरी छोटी उम्र में यीशु मसीह के उद्धारकर्ता के रूप में स्वीकार करने के लिए प्रभु ने मुझे मदद किया. എൻ്റെ ചെറിയ പ്രായത്തിൽ യേശു കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കുവാൻ എനിക്ക് ഭാഗ്യം. मेरे माता पिता धार्मिक थे, प्रार्थनावादी थे. എൻ്റെ മാതാപിതാക്കളെല്ലാം വളരെ ഭക്തന്മാരായിരുന്നു, പ്രാർത്ഥിക്കുന്നവരായിരുന്നു. लेकिन हम लोग ब्रदरन परिवार से थे. പക്ഷെ ഞങ്ങള് ബ്രദറൻ കുടുംബത്തിൽ നിന്നുള്ളവരായിരുന്നു. അറിയാമല്ലോ, मेरा दादा परदादा केवी साइमन सर का शिष्य लोग थे. പാസ്റ്ററിന്റെ പിതാക്കന്മാരെല്ലാം KV സൈമൺ സാറിന്റെ ശിഷ്യന്മാരായിരുന്നു. ऐसी परिवार से बचपन से धार्मिकता में, सच्चाई में, वचन पढ़ने में, ब्रदरन की उपदेश में इतनी मजबूत. मैं खुद अन्य भाषा के खिलाफ में बोलता था, अन्य भाषा बोलने वाला का मस्करी करता था. അങ്ങനത്തെ കുടുംബത്തിൽ നിന്നുള്ള ആയതുകൊണ്ട് വളരെ ഭക്തി ഉണ്ടായിരുന്നു, വചനം അറിയാമായിരുന്നു, വളരെ ആ കാര്യത്തിലെല്ലാം ഡിസിപ്ലിൻ ഉണ്ടായിരുന്നു. പക്ഷേ അന്യഭാഷയ്ക്ക് എതിരായിട്ട് വളരെ കളിയാക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. കാരണം ഞങ്ങൾ അങ്ങനെയാണ് പഠിപ്പിച്ചത്. लेकिन मेरे 16 साल की उम्र में, പക്ഷെ എൻ്റെ 16ാമത്തെ വയസ്സിൽ मेरी मम्मी के साथ मेरे कमरे में, मेरे घर के कमरे में बैठ कर प्रार्थना कर रहा था. മമ്മിയോടൊപ്പം ഞാൻ വീട്ടിന്റെ റൂമിനകത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് उस दिन मैं पवित्र आत्मा से परिपूर्ण होकर अन्य भाषा बोलना शुरू हो गया. അന്ന് ഞാൻ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് അന്യഭാഷയിൽ സംസാരിക്കുവാൻ ആരംഭിച്ചു. वो आत्मा उसी दिन जैसे मेरे अंदर काम किया, उसी प्रकार आज भी काम कर रहा है. അന്ന് പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് എൻ്റെ അകത്ത് പ്രവർത്തിച്ചത്, അങ്ങനെ തന്നെ ഇന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. कई लोगों का मानना है पवित्र आत्मा आते जाते रहता है, कभी कभी काम करेगा, कभी काम नहीं करेगा. ऐसा नहीं, मेरे जीवन में ऐसा नहीं हुआ है. मेरा 16 साल की उम्र में पाया हुआ अभिषेक उसी सामर्थ्य के साथ आज भी मुझ में काम कर रहा है. പരിശുദ്ധാത്മാവ് വന്നും പോയി അല്ല നിൽക്കുന്നത്. അന്ന് ഞാൻ പ്രാപിച്ച 16ാം വയസ്സിൽ പ്രാപിച്ച പരിശുദ്ധാത്മാവ് ഇന്നും എൻ്റെ അകത്ത് അതുപോലെ വസിക്കുകയാണ്. एक ही आशा था जो सुसमाचार में, मैं बिजनेस परिवार से है,
बचपन से बिजनेस करना, पैसा दोनों हाथ भरकर उपयोग करना मैंने सीखा है, लेकिन परमेश्वर ने मुझे सिखाया ये धरती का धन नाश होने वाला है, नाश होने वाला धन स्वर्ग में होना चाहिए, उस धन की खोज करो करके प्रभु ने मुझे कहा। उस दिन मैं बाइबल पकड़ कर निकला, आज तक मेरा परमेश्वर ने मुझे संभाला, एक दिन भी भूखा नहीं रखा है। ഞങ്ങളൊരു ബിസിനസ് ചെയ്യുന്ന കുടുംബത്തിൽപ്പെട്ടവരാണ്. പക്ഷെ എല്ലാം വിട്ടിട്ട് ഇറങ്ങുവാൻ ഇവിടുത്തെ ധനമെല്ലാം നശിക്കുന്നതാണ്, സ്വർഗത്തിൽ തന്നെ നശിക്കാത്തതാണെന്നുള്ള ബോധ്യത്തിൽ അതെല്ലാം വിട്ട് ഇറങ്ങുവാൻ കർത്താവ് എന്നെ സഹായിച്ചു. ഇന്ന് വരെയും വിശന്നിരിക്കുവാൻ കർത്താവ് എന്നെ അനുവദിച്ചിട്ടില്ല. जब मैं सेवकाई के लिए मेरा जीवन अर्पित किया, बहुत लंबी साक्षी है, बोलने का टाइम नहीं है, मेरे सेवकाई के लिए मेरा जीवन अर्पित कर दिया। मेरी पापा को मैं बोला, मेरे माता पिता को बोला, मैं प्रभु की सेवा करने के लिए जा रहा ഞാൻ है। സുവിശേഷങ്ങളെ കൊണ്ട് സമർപ്പിച്ചു. എൻ്റെ പപ്പയോടും അമ്മയോടും ഞാൻ പറഞ്ഞു ഞാൻ സുവിശേഷം പ്രസംഗിക്കാൻ വേണ്ടി പോകുകയാണ്. लेकिन मेरी माँ बचपन से लेकर, गोदी में से लेकर, दूध पिलाते हुए मैं, हमारे लिए हम लोग 3 भाई और 1 बहन है। मेरी माँ की एक ही प्रार्थना था, प्रभु मेरे से नहीं हुआ है, मेरे बच्चों के द्वारा आप काम करना है। എൻ്റെ അമ്മയുടെ ചെറുപ്പത്തിലെ പ്രാർത്ഥനയായിരുന്നു, കർത്താവേ എന്നെ കൊണ്ട് കഴിഞ്ഞില്ല, പക്ഷേ എൻ്റെ കുഞ്ഞുങ്ങളിലൂടെ അങ്ങ് പ്രവർത്തിക്കണമെന്ന് आज പ്രാർത്ഥിക്കുന്നു. रात्र मुझे सुनने वाला भाई बहन चाहे यहाँ हो या ऑनलाइन में हो, अगर आपकी दिल की दुआ वही हो, मेरा परमेश्वर के वचन के द्वारा मैं आपको बताना चाहता हूँ, आपके आंखों के द्वारा आपकी प्रार्थना का उत्तर आपको दिखने पड़ेगा। ഇന്ന് എന്നെ കേൾക്കുന്നവർ എവിടെയാണെങ്കിലും ഓൺലൈനിലാണെങ്കിലും നിങ്ങളുടെ പ്രാർത്ഥന അതാണെങ്കിൽ, നിങ്ങളുടെ ആഗ്രഹം അതാണെങ്കിൽ, നിങ്ങളുടെ കണ്ണുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഉത്തരം നിങ്ങൾ കണ്ടിരിക്കും. लेकिन मैंने बता, मैं बिजनेस करना नहीं चाहता हूँ, मैं सेवा के लिए जा रहा है। ഞാൻ അവരോട് പറഞ്ഞു ഞാൻ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, ഞാൻ സുവിശേഷ വേലയ്ക്ക് വേണ്ടി പോകുകയാണ്. तो मेरे खुद के पिताजी मुझे बोला, എൻ്റെ സ്വന്തം അപ്പനോട് പറഞ്ഞു, बेटा तेरे से सेवा नहीं होगा। മോനെ നിന്നെ കൊണ്ട് സുവിശേഷം പ്രസംഗിക്കാൻ കഴിയത്തില്ല. इसे बड़ा कौन सा सर्टिफिकेट चाहिए, तेरे से सेवा नहीं होगा। നിന്നെ കൊണ്ട് സുവിശേഷം പ്രസംഗിക്കാൻ കഴിയത്തില്ല. सेवा में जाएगा तो भूखा रहना पड़ेगा। സുവിശേഷ വേലയ്ക്ക് വേണ്ടി പോകുമ്പോൾ പട്ടിണി കിടക്കേണ്ടി വരും. कौन पिता चाहता है अपना बच्चा भूखा रहना? ഏത് പിതാവാണ് ആഗ്രഹിക്കുന്നത് തന്റെ മക്കള് പട്ടിണി കിടക്കണമെന്ന്? दुनिया में कोई पिता नहीं चाहता। ലോകത്തിലെ ഒരു പിതാക്കന്മാരും मेरा ആഗ്രഹിക്കുന്നില്ല. पिता भला था, इसलिए उसने बोला बेटा तेरे से नहीं होगा, तू भूखा नहीं रह सकता, क्योंकि वो मेरी प्रकृति जानता था, मेरा स्वभाव जानता था, मैं भूख लगे तो शैतान बन जाता था। എൻ്റെ അപ്പനും അമ്മയ്ക്ക് എന്നെ കുറിച്ച് നന്നായിട്ട് അറിയായിരുന്നു, അതുകൊണ്ടാണ് അവരങ്ങനെ പറഞ്ഞത്. കാരണം എനിക്ക് വിശന്നായി കഴിഞ്ഞാൽ ഞാൻ വട്ട് പിടിക്കുമായിരുന്നു. അത് കാരണം അവർ നിന്നെ കൊണ്ട് വിശന്നിരിക്കാൻ കഴിയത്തില്ല, നിനക്ക് സുവിശേഷ വേല ചെയ്യാൻ കഴിയത്തില്ല എന്ന് मुझे बचपन में मेरे घर में बुलाता था वैश्यप उपदेशी। എന്നെ ചെറുപ്പത്തിൽ വീട്ടിൽ വിളിക്കുന്ന പേരായിരുന്നു വിശപ്പ് ഉപദേശി, ഭൂക്ക് വല उसको ഉപദേശി, मालूम है, उसको मालूम है। ഭൂക്ക് വല ഉപദേശി. लेकिन उस दिन, जिस दिन मैंने ये निर्णय लिया, ऐसी बाइबल जब खोला, പക്ഷേ ആ ദിവസം ഞാൻ ഇങ്ങനെ ബൈബിൾ തുറക്കുമ്പോൾ मुझे मालूम नहीं है वैसा वचन बाइबल में है कर इतना समझ नहीं था मेरे पास। എനിക്കറിയത്തില്ലായിരുന്നു അങ്ങനെ ഒരു വചനം ബൈബിളിനകത്തുണ്ടെന്ന്. അത്രയും എനിക്കറിയത്തില്ലായിരുന്നു. जैसे मैं बाइबल खोला, दूसरा कोरिन्थी, ഞാൻ വചനം തുറക്കുമ്പോൾ തന്നെ 2 കൊരിന്ത്യർ ലേഖനം 9 अध्याय, 9 അധ്യായം उसका 10 वचन मुझे मिला। അതിന്റെ 10ാമത്തെ വാക്യം എനിക്ക് കിട്ടി. इसमें इस प्रकार लिखा है, बोने वालों को बीज, അതിനകത്ത് ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്, വിതയ്ക്കുന്നവന് വിത്തും. मेरे साथ बोलिए, बोने वालों को क्या चाहिए? ബീജ്. बोने वालों को क्या चाहिए? വിതയ്ക്കുന്നവന് വിത്ത്. बोने के लिए आपके मन में इच्छा है, मेरा परमेश्वर, मेरा प्रभु आपको बीज देने वाला है। നിങ്ങൾ വിതയ്ക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നമ്മുടെ ദൈവം നിങ്ങളുടെ കയ്യിലേക്ക് വിത്ത് തരിക തന്നെ ചെയ്യും. बीज मत खाना, വിത്തിനെ തിന്നരുത്. समझ आ रहा है मेरी बात? बीज मत खाना। आजकल कई लोग बीज ही खा रहा है। ഇന്നോ ഈ ദിവസങ്ങളിൽ പലപ്പോഴും മനുഷ്യന്മാർ ഈ വിത്ത് തിന്നുകയാണ്. बीज बोना है, വിത്ത് വിതയ്ക്കാനുള്ളതാണ്. बीज को संभालना है। വിത്തിനെ സൂക്ഷിക്കണം. दूसरे इसके नीचे लिखा है, അതിന്റെ അടുത്ത വാക്യത്തിൽ और എഴുതിയിരിക്കുന്നു, भोजन भी देने वाला है। അവൻ ആഹാരവും കൊടുക്കുന്ന ദൈവമാണ്. आमीन। ആമേൻ. क्या देने वाला है? बीज भी देगा, भोजन भी देगा। उस समय വിത്തും കൊടുക്കും ആഹാരവും കൊടുക്കും. उस समय इसका इतना ज्यादा मतलब मुझे नहीं समझ में आया, ആ സമയത്ത് അതിന്റെ അർത്ഥം എനിക്ക് അധികം അറിയത്തില്ലായിരുന്നു. लेकिन मैंने एक रेड शाही का इंक लेकर 2 शब्द के नीचे अंडरलाइन किया, बीज और भोजन। ഞാൻ ആ സമയത്ത് ഒരു പേന എടുത്ത് അത് 2ന്റെ അടിയിൽ വരച്ചു, വിത്ത് ആഹാരം. वो बाइबल अभी भी मेरे पास मेरे घर पर है। ഓ ബൈബിൾ അബി भी मेरे पास है. मैं आपको दिल से बताना, अनुभव से बताना चाहता हूं। ഞാൻ ഹൃദയത്തിൽ നിന്ന് അനുഭവത്തിൽ നിന്ന് പറയുക. मुझे मालूम पड़ा बीज मतलब वचन है। എനിക്കറിയാം, എനിക്ക് മനസ്സിലായി വിത്ത് എന്ന് പറയുന്നത് വചനമാണ്. ദൈവത്തിന്റെ बीज बोने वाला बीज लेके निकला है। വചനത്തിൽ എഴുതിയിരിക്കുന്ന വിത്ത് വിതയ്ക്കുന്നവൻ വിത്തുമായിട്ട് പുറപ്പെട്ടു. भोजन मतलब मध्य प्रदेश के लिए है।
ആഹാരം എന്ന് പറയുന്നത് ഈ വയറിന് വേണ്ടിയുള്ളതാണ്. इसके ये नहीं मिले तो काम नहीं होता है. ഇത് കിട്ടിയില്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. प्रभु जी ने मुझे एश्योरेंस खातरी दे दिया, बेटा मैं तुझे बीज भी दूंगा, मैं तुझे भोजन भी दूंगा. കർത്താവ് എനിക്ക് ഉറപ്പൊന്നു, ഞാൻ നിനക്ക് വചനവും തരും, നിനക്ക് ഞാൻ ആഹാരവും തരും. उसी दिन उस शब्द को मेरा मन में मैं ठान लिया. ആ ദിവസം ആ വാക്കിനെ എന്റെ ഹൃദയത്തിനകത്ത് ഞാൻ ഉറപ്പിച്ചു. मैं दिल से कह रहा है, ഞാൻ ഹൃദയത്തിൽ നിന്ന് പറയുവാണ്. मैं एक ही कलीसिया में 40 साल से सेवा कर रहा है. ഞാൻ ഒരു സഭയിൽ 40-ലധികം വർഷമായിട്ട് ശുശ്രൂഷിക്കുന്നു. आज तक मैं एक मैसेज दूसरी बार प्रचार नहीं किया. ഇന്ന് വരെ ഒരു പ്രസംഗം രണ്ടാമതാ ചർച്ചിൽ പ്രസംഗിച്ചിട്ടില്ല. मैं गहरी नींद में मैं सोता होगा, उस समय आप मुझे बुलाओ, 2 मिनट में एक नया संदेश मुझे प्रभु देगा. ഗാഢനിദ്രയിൽ ഞാൻ കിടക്കുന്ന സമയം നിങ്ങൾ എന്നെ എഴുന്നേൽപ്പിക്കുക, 2 മിനിറ്റ് കൊണ്ട് ഞാൻ ആ സമയത്ത് ഒരു പുതിയ പ്രസംഗം പ്രസംഗിക്കും. കർത്താവ് തരും. आज तक मेरा हमारा चर्च की सूरत वाला कोई नहीं है इधर, सूरत वाला कोई है तो उनको पूछो, आज तक मेरा एक मैसेज पूरा नहीं हुआ है. സൂറത്തിലെ ആൾക്കാരോട് ചോദിച്ചാൽ അറിയാം, ഇന്ന് വരെ എന്റെ ഒരു പ്രസംഗം പൂർത്തീകരിക്കപ്പെടുകയും ചെയ്തു. कई बार हमारे मलयाली भाई लोग मुझे ऐसा मजाक में कहते हैं, पास्टर एक बार तो कम से कम एक मैसेज तो पूरा करके बताओ. ചില ആൾക്കാർ എന്നോട് പറയുന്നത്, പാസ്റ്റർ ഒരു പ്രാവശ്യം നിങ്ങൾ ഈ പ്രസംഗം ഒന്ന് പൂർത്തീകരിക്കുക. मैं हमेशा मैं शब्द बोलते हैं, इसके बाकी नेक्स्ट वीक प्रचार करो. എല്ലാ പ്രാവശ്യം ഞാൻ പറയും, ഇതിന്റെ ബാക്കി ഞാൻ അടുത്ത ആഴ്ച പ്രസംഗിക്കും. 40 साल 42 45 साल पहले परमेश्वर ने जो शब्द मुझे कहा, वो शब्द आज भी मेरे जीवन के द्वारा पूरा हो रहा है. 45 വർഷങ്ങൾക്ക് മുമ്പ് ദൈവം എന്നോട് പറഞ്ഞ വാക്ക്, വിത്ത് വിതയ്ക്കാൻ കുറയത്തില്ല, അത് ഇന്നും എന്റെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. एक दिन भी भोजन बिगर मैं नहीं सोया आज तक. बस ഒരു ദിവസം പോലും ആഹാരം കഴിക്കാതെ ഞാൻ ഉറങ്ങിയിട്ടില്ല. आज तक किसी मनुष्य के सामने चलो एक लीटर दूध दे दो, कल पैसा दे देंगे, नहीं तो थोड़ा सामान दे दो, बाद में पैसा दे देंगे. 5 रुपया किसी के पास उधार लेने के लिए मनुष्य के सामने मांगना नहीं पड़ा. मेरा स्वर्गीय पिता से मांगता है, उससे ज्यादा वो मुझे देता है. വരെ ഒരു ലിറ്റർ പാല് തരാവോ അല്ലെങ്കിൽ 5 രൂപയ്ക്ക് കടം തരാവോ എന്ന് ഒരാളോടും കടം ചോദിക്കേണ്ടി വന്നിട്ടില്ല, കൈ നീട്ടേണ്ടി വന്നിട്ടില്ല. ദൈവം എല്ലാം നിറവായി തരികയാണ്. वो दर्शन के साथ मेरी जवानी में मैं इस गुजरात में आया. ആ ദർശനത്തോടു കൂടിയാണ് ഞാൻ എന്റെ യവനപ്രായത്തിൽ ഈ ഗുജറാത്തിലേക്ക് വന്നത്. इसी गांव में मुझे प्रभु ने पहुंचा दिया. ഈ ഗ്രാമത്തിൽ കർത്താവ് എന്നെ എത്തിച്ചു. आज इस गांव मेरा ब्लड रिलेशन से भी सबसे ज्यादा रिलेशन का मेरा भाई बहन है. आज प्रभु में यीशु मसीह का रक्त का कीमत का शक्ति हम लोग व्यक्तिगत जीवन में अनुभव कर रहा है. എന്റെ രക്തബന്ധങ്ങളെക്കാളും വലിയ ബന്ധമാണ് ഈ ഗ്രാമത്തിലെ ആൾക്കാരുമായിട്ട് എനിക്കുള്ളത്. യേശുവിന്റെ രക്തത്താലുള്ള ബന്ധമാണ് എനിക്ക് ഇവിടെ ലഭിച്ചത്. दुनिया की रिश्ता कब्रिस्तान तक होता है, यीशु की रिश्ता अनंतता तक रहता है. ലോകത്തിലെ ബന്ധങ്ങൾ അത് കല്ലറ കൊണ്ട് തീരുകയാണ്. പക്ഷേ കർത്താവിലുള്ള ഈ ബന്ധം അത് എന്നേക്കുമുള്ള ബന്ധമാണ്. हालेलुया. ആമേൻ. कई हमारे भाई लोग अच्छे ऑफिस में अभी काम कर रहा है, अच्छी पोजीशन में काम कर रहा है, डॉक्टर इंजीनियर अधिकारी लोग. कभी कभी हम बातें करते, वो लोग अपने उनके मित्रों के साथ बात करते बोलते हैं, ये हमारा पिताजी है, ये हमारा भाई है. कई बार लोगों ने पूछा, भाई ये तो गामित है, ये तो मद्रासी है, कैसे भाई बनता है? ചിലപ്പോഴൊക്കെ ഞങ്ങളുടെ കൂടെയുള്ള പലരും ഓഫീസേഴ്സാണ്, വലിയ വലിയ ഓഫീസേഴ്സും ഒക്കെ ജോലി ചെയ്യുന്നവരാണ്. അവരോട് ആരെങ്കിലും ചോദിക്കും ഇതാരാന്ന് ചോദിക്കും, അവർ പറയും എൻ്റെ പപ്പയാണെന്ന് പറയും, പിതാവാണെന്ന് പറയും, ചിലപ്പം വലിയ മൂത്ത സഹോദരനാണെന്ന് പറയും. അപ്പോൾ അവർ ചോദിക്കും ഇത് കേരളത്തിലുള്ള ആളാണ്, ഇവർ ഗാമിത്താണ്, ഇവരെങ്ങനെ സഹോദരങ്ങളായി തീരും? उनको समझ में नहीं आता है, हमको समझ में आता है. അവർക്ക് മനസ്സിലാവത്തില്ല, ഞങ്ങൾക്ക് അത് മനസ്സിലാവും. ये दुनिया का खून की रिश्ता नहीं है, यीशु की खून की रिश्ता है. ഇത് ലോകത്തിന്റെ രക്തബന്ധമല്ല, യേശുവിന്റെ രക്തബന്ധമാണ്. हालेलुया. हालेलुया. ये गांव मेरा वतन है, मैं ऐसा मानता हूँ. मेरा जन्म स्थान जैसा मैं मानने वाला गांव है मोटी करवान. മോട്ടി കരുവാൻ എന്ന് പറയുന്ന ഈ ഗ്രാമം ഞാൻ എൻ്റെ ജന്മസ്ഥലമായിട്ട് ഞാൻ മനസ്സിലാക്കുന്ന ഒരു ഗ്രാമം, അങ്ങനെ ഞാൻ സ്നേഹിക്കുന്ന ഗ്രാമമാണ്. यीशु की रक्त की सामर्थ्य पूरा दुनिया को बदलता है. യേശുവിന്റെ രക്തത്തിന്റെ ശക്തി മുഴുവൻ ലോകത്തെയും മാറ്റുകയാണ്. जब मैं पहली बार इधर आया, इधर इसके पीछे का गांव एरिया है, डांग जिला बोलता है. ഞങ്ങൾ ആദ്യമായിട്ട് ഇവിടെ വന്നപ്പോൾ ഇതിന്റെ പുറകിലുള്ള ഗ്രാമം ഡാങ് എന്ന് പറയുന്ന ഗ്രാമം. खुलेआम बोलने में बुरा मत मानना, सुनने वाला भी बुरा मत मानना. लोगों के पास पास्टर जी कपड़ा नहीं था, लंगोटी पहनता था. ഞാൻ പറയുമ്പോൾ അത് ആരും തെറ്റിദ്ധരിക്കരുത്. അവിടെ ആൾക്കാർക്ക് വസ്ത്രം ഇല്ലായിരുന്നു, ലങ്കോട്ടി. अनिस पास्टर चर्च में लंगोटी पहनकर लोग बैठता था. ലങ്കോട്ടി എന്ന് പറഞ്ഞാൽ ഓക്കെ, इंडियन टाई. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, ലങ്കോട്ടി ധരിച്ച് അല്ലെങ്കിൽ ഒരു അടിവസ്ത്രം പോലെ ഒരു വസ്ത്രം മാത്രം ധരിച്ച് ചർച്ചിനകത്ത് ആൾക്കാർ വന്നിരിക്കുമായിരുന്നു. അവരടുത്തില്ലായിരുന്നു, അവർക്ക് വേറെ വസ്ത്രം ഇല്ലായിരുന്നു. कोई भी घर में चाय पीने के लिए कप नहीं था. ഒറ്റ വീട്ടിലും ചായ കുടിക്കാൻ കപ്പില്ലായിരുന്നു. पत्ते में चाय पीते थे.
അത് ഇലയിൽ ഗ്ലാസ് ഉണ്ടാക്കി ചായ കുടിക്കുക. हर घर में दारू का मटका भरा भरा मिलता था. പക്ഷെ എല്ലാ വീട്ടിനകത്തും ചാരായം കുടങ്ങളിൽ നിറച്ച് കിട്ടുമായിരുന്നു. लेकिन वो देश बदल गया यीशु आने के कारण. പക്ഷേ ആ ദേശങ്ങൾ മാറി. യേശു വന്നപ്പോൾ ആ ദേശങ്ങളുടെ അവസ്ഥ മാറി. यीशु क्यों दुनिया में आया है? യേശു എന്തിനാ ലോകത്തിലേക്ക് വന്നത്? क्या मसीहों को बचाने के लिए आया है? ക്രിസ്ത്യാനികളെ രക്ഷിക്കാൻ വേണ്ടി क्या വന്നതാണോ? मसीहों को प्रचार करने के लिए आया है? ക്രിസ്ത്യാനികളോട് സുവിശേഷം പ്രസംഗിക്കാൻ വേണ്ടി വന്നതാണോ? यीशु मसीह दुनिया की सारे मानव जाति का उद्धार करता है. യേശു ലോകത്തിന്റെ സകല മനുഷ്യന്റെയും രക്ഷിതാവാണ്. दुनिया में जितने लोग हैं ലോകത്തിൽ എത്ര ആൾക്കാരുണ്ടോ जाति वंश गोत्र भाषाओं में गिना जाता है. അവരെ ജാതിയായിട്ടും വംശമായിട്ടും ഭാഷയായിട്ടും ഗോത്രങ്ങളുമായിട്ട് എണ്ണുകയാണ്. अपना केरला में ये बात इतना समझ में नहीं आता है. കേരളത്തിൽ ഈ കാര്യം അത്രയും മനസ്സിലാകത്തില്ല. लेकिन इधर कोई भी मिलेगा तो आप कौन है क्या जाति के नाम से उसको पहचाना जाता है. പക്ഷെ ഇവിടെ വന്ന് ഒരു ഗ്രാമത്തിൽ പോവുകയാണെങ്കിൽ ആദ്യം ചോദിക്കുന്നത് നിങ്ങൾ ഏത് ജാതിയിൽപ്പെട്ടയാളെന്നാ ചോദിക്കുന്നത്. यीशु पूरे मानव जाति का दुनिया में जितनी जाति है मेरे हिसाब से लगभग को ज्यादा मेरे से मालूम 25,000 से ज्यादा पीपल ग्रुप है दुनिया में. ലോകത്തിൽ 25,000-ത്തിലധികം ജാതികൾ ലോകത്തിലുണ്ട്. जोशुआ जनरेशन करके आप इसमें आप सर्च करें तो मिलेगा 25 लगभग 36,000 पीपल ग्रुप आज वर्ल्ड में है. जोशुआ जनरेशन पे आप है उसमें सर्च करेगा तो അങ്ങനത്തെ ആ ഗ്രൂപ്പിനകത്ത് സെർച്ച് ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും 25,000-ത്തിലധികം 30,000-ത്തോളം പീപ്പിൾ ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ ജാതികൾ ലോകത്തിലുണ്ട്. यीशु दुनिया में आया. യേശു ലോകത്തിലേക്ക് വന്നു. यीशु बालक था. शिमोन ने यीशु को हाथ में लेकर कहा, हे पिता, सब जातियों के लिए जो उद्धारकर्ता को तूने भेजा है मेरी आंखों से मैंने देखा है. യേശു കർത്താവ് ആ സമയത്ത് ഒരു കുഞ്ഞായിരുന്നു. പക്ഷേ ശിമോൻ യേശുവിനെ എടുത്തു പറഞ്ഞു, സകല മനുഷ്യരുടെയും രക്ഷിതാവിനെ ഞാൻ കണ്ടിരിക്കുന്നു. शिमोन इंतजाम में उनको प्रतिज्ञा मिला, प्रोमिस मिला, तो मरने के पहले मसीहा को तेरे आंखों से देखेगा. ശിമോൻ ഒരു വാഗ്ദത്തം കിട്ടിയായിരുന്നു, നീ മരിക്കുന്നതിന് മുമ്പ് മശിഹായെ കാണുമെന്നൊരു വാഗ്ദത്തം एक കിട്ടി. मनुष्य इस दुनिया में जन्म लिया, उसकी आंख बंद होने के पहले अगर धन्य है मसीह को पहचान कर यहाँ से जाना है. ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ജനിച്ചു, അവന്റെ കണ്ണടയുന്നതിന് മുമ്പ് അവന് രക്ഷിതാവിനെ തിരിച്ചറിയുന്നുവെങ്കിൽ അതാണ് ഏറ്റവും വലിയ ഭാഗ്യം. शिमोन बहुत बूढ़े थे. ശിമയോൻ വളരെ പ്രായം ചെന്നയാളായിരുന്നു. हन्ना नामक एक बुजुर्ग स्त्री, उनकी 85 साल से विधवा है. उम्र कितना है लिखा नहीं है, 100 साल से ऊपर उनका उम्र है. वो भी मंदिर नहीं छोड़ती थी. कारण क्या है? उनको मालूम है एक दिन मसीहा मंदिर में प्रकट हो जाएगा. वो मसीहा सब जातियों का उद्धार करता है. ഹന്ന എന്ന് പറയുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു, വിധവയായിരുന്നു. അവർ 100-ലധികം വർഷം പ്രായമുള്ള ആളായിരുന്നു. അവർക്കറിയാമായിരുന്നു ലോകത്തിലെ രക്ഷിതാവ് ജനിക്കാൻ വേണ്ടി പോകുകയാണ്. അതുകൊണ്ട് അവര് പകലും രാത്രിയും പ്രാർത്ഥനയോടെ കാത്തിരിക്കുമായിരുന്നു. ഒന്നാമത്തെ पहला प्रकटीकरण 8 दिन की यीशु के लेकर शिमोन ने कहा ये सब जातियों का उद्धार करता है. 8-ാം ദിവസം യേശു കർത്താവിനെ എടുത്ത് ശിമോൻ പറഞ്ഞു, ഇത് സകല ലോകത്തിന്റെ രക്ഷിതാവായ ക്രിസ്തുവാണ്. वो यीशु ആ യേശു ക്രിസ്തു जब 33 साल पूरा हो गया, 33 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ यरूशलेम की मंदिर की ओर एक दिन गधे के बच्चे के ऊपर सवार होकर मंदिर में आया. യേശു കർത്താവ് കഴുതക്കുട്ടിയുടെ പുറത്തിരുന്ന് യാത്ര ചെയ്ത് യെരൂശലേമിലേക്ക് വന്നിട്ട് मंदिर में आराधना नहीं हो रहा था, मंदिर में व्यापार हो रहा था. ആ ആലയത്തിൽ ആരാധന നടക്കുന്നില്ലായിരുന്നു, അവിടെ ബിസിനസ് നടക്കുകയായിരുന്നു. मंदिर आराधना के लिए है, लेकिन मंदिर को लोग व्यापार का जगह बना दिया है. മന്ദിർ അല്ലെങ്കിൽ ദേവാലയം അത് ആരാധിക്കാനുള്ള സ്ഥലമാണ്, പക്ഷെ ജനങ്ങൾ അതിനെ വ്യാപാര കേന്ദ്രമാക്കി മാറ്റി. यीशु मंदिर में जब आया, യേശു ആ ആലയത്തിൽ വന്നപ്പോൾ यीशु ने कहा मेरे पिता का घर सब जातियों के लिए प्रार्थना का घर है, तुम लोगों ने उसको डाकुओं का घर बना दिया है. യേശു കർത്താവ് പറഞ്ഞു, എന്റെ ഭവനം സകല ജാതികൾക്കുമുള്ള പ്രാർത്ഥനയുടെ ആലയമാണ്, നിങ്ങൾ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി മാറ്റിയിരിക്കുകയാണ്. यीशु ने कहा सब जातियों की शब्द आया है. യേശു അവിടെ പറഞ്ഞു സകല ജാതികൾക്കുമുള്ള പ്രാർത്ഥന. यीशु क्यों आया है? യേശു എന്തിനാ വന്നത്? സുറിയാനി ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയാണ്. सब जातियों के लिए यीशु आया. സുറിയാനി ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയൊന്നുമല്ല യേശു വന്നത്, എല്ലാ ജാതികൾക്കും വേണ്ടിയാണ് യേശു വന്നത്. ഈ ഭൂമിയിലുള്ള 35,000 ജാതികൾക്കും വേണ്ടിയാണ് യേശു ക്രൂശിൽ മരിച്ചത്. ഈ ഭൂമിയിൽ 35,000 इस पृथ्वी पर अगर 35,000 जाति का लोग हैं, सबके लिए यीशु मसीह मारा गया. जब मंदिर को शुद्ध कर दिया, देवालय करता हुआ शिष्य लोगों ने यीशु को बोला, गुरुजी ये मंदिर की हस्तकला को जरा देखो ना. ശിഷ്യന്മാർ പറഞ്ഞു, കർത്താവേ ഈ ആലയത്തിന്റെ ഭംഗി കർത്താവ് ഒന്ന് കണ്ടേ. तो यीशु ने कहा, യേശു കർത്താവ് പറഞ്ഞു, ये मंदिर टूट जाएगा, ഈ ആലയം തകർക്കപ്പെടും, ये पत्थर पर पत्थर न रहेगा. ഇതിന്റെ മേൽ കല്ലിന്മേൽ കല്ല് ശേഷിക്കത്തില്ല. शिष्य लोग तो अचंभित हो गया है. ശിഷ്യന്മാർ അത്ഭുതപ്പെട്ടു പോയി. ये मंदिर हमारा बाप दादों का मंदिर ये टूट जाएगा.
നമ്മുടെ പിതാക്കന്മാര് പണിത ഈ ആലയം തകർന്നു പോകുമോ? 46 साल से राजा हेरोदेस ने बनाया हुआ ये भव्य मंदिर ये कभी टूट सकता है? 46 വർഷങ്ങൾ കൊണ്ട് ഹെരോദാവ് പണിത ഈ ആലയം തകർക്കപ്പെടുമോ? शिष्यन्मार्ग ऐसी गहरा चोट लगा। यीशु जैतून पर्वत पर जब बैठा था, शिष्य लोग आकर एकांत में पूछा, गुरु वो मंदिर कब टूटेगा, तेरा आना कब होगा? യേശു കർത്താവ് ഒലിവനിരിക്കുന്ന സമയത്ത് ശിഷ്യന്മാർ വന്ന് ചോദിക്കുന്ന, കർത്താവെ ആലയം എപ്പോഴാണ് തകർക്കപ്പെടുന്ന, എന്നിട്ട് കർത്താവ് അങ്ങയുടെ വരവ് എപ്പോഴാണ് സംഭവിക്കുന്നത്? तो यीशु ने बोला, അപ്പൊ യേശു പറഞ്ഞു, ये सुसमाचार, ये राज्य का सुसमाचार, ഈ രാജ്യത്തിന്റെ സുവിശേഷം सारे जातियों में गवाही दिया जाएगा, तब अंत आ जाएगा। സകല ജാതികളും കേൾക്കപ്പെടും, അപ്പോൾ മാത്രമേ അവസാനം വരൂ। हालेलुया। ഹല്ലേലൂയ। मैं क्या बोल रहा हूं, आपको समझ में आ रहा है? ऐसा मेरी आशा है। ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുക। यीशु क्यों दुनिया में आया? യേശു എന്തിനാ ലോകത്തിലേക്ക് पगला बालक यीशु को लेकर शिमोन ने कहा है, കുഞ്ഞായിരുന്ന യേശുവിനെ എടുത്തു ശിമോൻ പറഞ്ഞു, सारे जातियों का उद्धार करता है। സകല ജാതികളുടെ രക്ഷിതാവ്। यीशु खुद मंदिर में आकर कहा, യേശു ദേവാലയത്തിൽ വന്നിട്ട് मेरा പറഞ്ഞു, पिता का घर सभी जातियों के लिए प्रार्थना का घर है। എന്റെ പിതാവിന്റെ ഭവനം സകല ജാതികൾക്കുമുള്ള वो പ്രാർത്ഥനാലയമാണ്। यीशु तीसरी बार कहा, യേശു കർത്താവ് മൂന്നാമത് പറയുകയാണ്, और ये सुसमाचार सारे जगत की सब जातियों पर प्रचार किया जाएगा गवाही में, तब मेरा आने का अंत हो जाएगा, दुनिया का अंत हो जाएगा। ये सुसमाचार सारे जातियों में प्रचार किया जाएंगे, तब मेरा दूसरा आगमन होगा। आखिरी में അവസാനമായി यीशु मसीह का स्वर्गारोहण का जमीन पर से पांव ऊपर की ओर उठा, तब यीशु आकाश की ओर उठा, उस समय कहा, तुम सारे जगत में जाकर सारे जाति के लोगों को सुसमाचार प्रचार करो। അവസാനമായിട്ട് യേശു കർത്താവ് സ്വർഗാരോഹണം ചെയ്യുന്ന സമയത്ത് അവന്റെ കാലുകൾ ഭൂമിയിൽ നിന്ന് മുകളിലേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പ് കർത്താവ് പറയുകയാണ്, നിങ്ങൾ സകല ജാതികളോടും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കണം। हालेलुया। ഹല്ലേലൂയ। यीशु क्यों आया? യേശു किसके എന്തിനാ लिए വന്നത്? आया है? യേശു എന്തിനാ വന്നത്? जो सुना उसको सुनाने के लिए आया। കേട്ടവരെ തന്നെ കേൾപ്പിക്കാൻ വേണ്ടിയാണോ വന്നത്? आज भी भारत का 50% गांव में यीशु नहीं सुनाया गया है। ഇന്നും ഇന്ത്യയുടെ 50% ഗ്രാമങ്ങളിലും യേശുവിന്റെ സുവിശേഷം എത്തിയിട്ടില്ല। आज भी गुजरात के कई गांवों में यीशु के बारे में एक शब्द भी लोगों को नहीं मालूम है। ഇന്നും ഗുജറാത്തിന്റെ പല ഗ്രാമങ്ങളിലും യേശു എന്ന ശബ്ദം പോലും ആൾക്കാർക്ക് मेरे और आपका जिम्मेदारी क्या है? എന്റെ നിങ്ങളുടെയും ഉത്തരവാദിത്തം എന്താണ്? एक वचन, मेरा अनुभव बोलना था, लेकिन आप पता नहीं, बाद में कभी टाइम मिलेगा मैं बताऊंगा, लेकिन आज एक भेद की बात मैं आपको बताना चाहता ഒരു हूं। വചനം ഒരു മർമ്മം നിങ്ങളുടെ മുമ്പിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്ന അനുഭവങ്ങൾ പറയാൻ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ പിന്നെ എപ്പോഴും പറയാൻ ശ്രമിക്കാം। प्रवेश की नीति वचन की पुस्तक उसका 24वां अध्याय है। സദൃശവാക്യങ്ങൾ അതിന്റെ 24ാമത്തെ അധ്യായം। जरा एक जन पढ़ के मदद करे तो अच्छा हो जाएगा। हमारा जिम्मेदारी क्या है? आज मुझे सुनने वालों, मेरे सामने बैठे हैं, ऑनलाइन के द्वारा सुन रहा है, हमारी जीवन का पर्पस, हमारा जीवन का लक्ष्य, हमें मसीह होने के कारण, क्रिश्चियन होने की मेरे नाम के पीछे का जो लक्ष्य क्या है, वो मैं आज रात्रि आपको बताना चाहता हूँ। ഇന്ന് രാത്രി നമ്മൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ക്രിസ്ത്യാനിയായതിന്റെ, ദൈവമക്കളായതിന്റെ, ദൈവ പൈതലായതിന്റെ ഉത്തരവാദിത്തം എന്താണ്, നമ്മുടെ ലക്ഷ്യം എന്താണ് എന്ന് ഇന്ന് രാത്രി ഞങ്ങളോട് സംസാരിക്കാം। 11वां वचन, അതിന്റെ 11ാമത്തെ വാക്യം। 10 और 11 मिलाकर पढ़िए। 10-11 वाक्यങ്ങൾ। ऊपर का वचन पढ़िए बेटा। यदि तू विपत्ति के समय साहस छोड़ दे तो तेरी शक्ति बहुत कम है। तेरा शक्ति बहुत कम है। नेक्स्ट वर्ड, जो मार डाले जाने के लिए घसीटे जाते हैं। कैसे ले जाते हैं? घसीटे ले जाने। घसीटे ले जाने का मतलब क्या है? मैं बाद में समझा, पूरा पढ़ने के बाद समझा दूंगा। पढ़िए। उनको छुड़ा और जो घात किए जाने को है, जो घात किया जाने का है, उन्हें मत पकड़ा। यदि तू कहे कि देख मैं इसको जानता ना था, तो क्या मन का जांचने वाला इसे नहीं समझते? क्या तेरे प्राणों का रक्षक इसे नहीं जानता? मलयालम में पढ़िए। കഷ്ടകാലത്ത് നീ കുഴഞ്ഞു പോയാൽ നിന്റെ ബലം നഷ്ടം തന്നെ. മരണത്തിന് കൊണ്ടുപോകുന്നവരെ വിടുവിക്കുക, കൊലയ്ക്കായി വിറച്ചു ചെല്ലുന്നവരെ രക്ഷിപ്പാൻ നോക്കുക. ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ എന്ന് നീ പറഞ്ഞാൽ ഹൃദയങ്ങളെ തൂക്കി നോക്കുന്നവൻ ഗ്രഹിക്കയില്ലയോ? നിന്റെ പ്രാണനെ കാക്കുന്നവൻ അറിയുകയില്ലയോ?
आज रात्रि मुझे सुनने वाला एक एक व्यक्तियों से परमेश्वर की वचन के आधार पर यीशु संसार में क्यों आया वो मैं आपको बताना चाहता हूं। ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തികളോടും യേശു ഭൂമിയിലേക്ക് എന്തിനു വന്നു എന്ന സത്യം നിങ്ങളോട് പറയാൻ ഞാൻ हम बच ആഗ്രഹിക്കുന്നു. गए, हम स्वर्ग जाएंगे, जरूर जाएंगे। നമ്മൾ രക്ഷപ്പെട്ടു, നമ്മൾ സ്വർഗ്ഗത്തിൽ പോകും, ഉറപ്പായിട്ടും പോകും. हम लोग बचपन से लेकर अभी तक बोलते हैं भारत मेरा देश है, सब भारतीय मेरा भाई और बहन है। നമ്മൾ ചെറുപ്പം മുതൽ പറയുകയാണ് ഇന്ത്യ എന്റെ രാജ്യമാണ്, ഇന്ത്യയിലെ ഓരോ ഭാരതീയനും എന്റെ സഹോദരി यदि സഹോദരന്മാരാണ്. आपकी भाई और बहन नरक की ओर जा रहा है, या हम बांध कर चुपचाप बैठ सकते हैं? നിങ്ങളുടെ സഹോദരനും സഹോദരിയും നരകത്തിലേക്ക് പോകുമ്പോൾ നിങ്ങൾ കയ്യും കെട്ടി ചുമ്മാ ഇരിക്കുവാണോ? प्रभु का वचन में क्या कहता है? പ്രധാന വചനം എന്താ പഠിപ്പിക്കുന്നത്? मृत्यु के लिए जो घिसेड़ा जा रहा है, കൊലക്കായി വിറച്ചുകൊണ്ട് മരണത്തിന് വേണ്ടി കൊണ്ടു ചെല്ലുന്നവരെ छुड़ाने की कोशिश करो। അവരെ വിടുവിക്കാൻ വേണ്ടി ശ്രമിക്കുക. इसके उदाहरण में ऐसा कहता है, ഞാൻ ഉദാഹരണത്തിന് അത് ഇങ്ങനെ പറയാറുണ്ട്. जो कसाई भेड़ बकरों को काटने वाला, ഈ ആടിനെ അറക്കുന്നവൻ, ഇറച്ചി വെട്ടുന്ന ആൾക്കാർ, കശാപ്പുകാര്, वो भी भेड़ बकरों को लेके आता है, അവരിങ്ങനെ ആടിനെയും ഒക്കെ കൊണ്ടുവരാറുണ്ട്. बड़ी प्रेम से सारा खाना खिलाता है। അവരെ വളരെ സ്നേഹത്തോടെ അവർക്ക് നല്ല ആഹാരമൊക്കെ കൊടുക്കും. तो वो भेड़ सोचेगा बाप पुराना मालिक से कितने प्यारा मालिक आया, ताजा ताजा देता है। ആട് വിചാരിക്കും പഴയ ഉടമസ്ഥനേക്കാൾ നല്ല ഉടമസ്ഥന് നല്ല സ്നേഹവും നല്ല ആഹാരമൊക്കെ തരുവാന്ന്. क्यों खाना खिलाता है? എന്തിനായി ആ നല്ല ആഹാരം കഴിപ്പിക്കുന്നത്? इनको बढ़ाने के लिए नहीं है, എന്നെ വളർത്താൻ വേണ്ടിയൊന്നും അല്ല, काटने के लिए, चूरा लगाने के लिए जा रहा है, വെട്ടാൻ വേണ്ടി, നിന്നെ കീറാൻ വേണ്ടി, घिसेड़ के ले जा रहा है। നിന്നെ വലിച്ചോണ്ട് പോവുകയാണ്. आप आंख खोल के जरा देखो, दिल्ली में, बॉम्बे में, गांव में, पूरा भारत की 7 लाख गांवों में लाखों करोड़ों लोगों को ये दुनिया के अधिपति शैतान नरक की ओर घिसेड़ के ले जा रहा है। ഇങ്ങനെ അപ്പുറത്ത് ഇപ്പുറത്ത് നോക്കുക, പല രാജ്യങ്ങൾ നോക്കുക, സ്ഥലങ്ങൾ നോക്കുക, പിശാച്, നരകത്തിന് അധിപതിയായ പിശാച് പലരെ ഇതുപോലെ വലിച്ചിഴച്ചുകൊണ്ട് നരകത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. हम देखो मैं क्या करूं, मेरे से नहीं हो सकता है, लेकिन प्रभु कहता है कोशिश तो तू कर। നിങ്ങൾ പറയുകയാണ് ഞാൻ എന്ത് ചെയ്യാൻ, എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല, പക്ഷെ നിങ്ങൾക്ക് ശ്രമിച്ചു നോക്ക്. किसको घिसेड़ रहा है? आपका भाई और आपका बहन को ले जा रहा है। ആരെയാണ് വലിച്ചോണ്ട് പോണത്? നിങ്ങളുടെ സഹോദരനെയാണ്, നിങ്ങളുടെ സഹോദരിയാണ് ഈ വലിച്ചോണ്ട് പോണത് പിശാച്. आपकी दिल में दर्द नहीं हो रहा? നിങ്ങളുടെ ഹൃദയത്തിനകത്ത് വേദന ഉണ്ടാവുന്നില്ലേ? मेरे जीवन में मैं जब से सेवा में निकला उस दिन से एक शब्द बोलता, मैं रात को रात नहीं मानता है, दिन को दिन नहीं मानता है। ഞാൻ സുവിശേഷത്തിലേക്ക് ഇറങ്ങിയ സമയം മുതൽ ഒരു കാര്യം ഞാൻ പറയാറുണ്ട്, ഞാൻ രാത്രി എന്നോ പകലെന്നോ ഞാൻ വിശ്വസിക്കാറില്ല. मैं सुबह से पूरी दिन, एक दिन में 16 लीटर पेट्रोल में मोटरसाइकिल में जलाया हुआ है। 16 लीटर पेट्रोल एक दिन में जलाया। आप विचार करो कितना गाड़ी चलाया होगा। ഒരു ദിവസം മോട്ടോർ സൈക്കിളിൽ 16 ലിറ്റർ പെട്രോൾ അടിച്ച് ഞാൻ യാത്ര ചെയ്യും. 16 ലിറ്റർ പെട്രോൾ ഒരു ദിവസം മോട്ടോർ സൈക്കിൾ അടിച്ച് യാത്ര ചെയ്യും. അപ്പൊ ചിന്തിക്കുക എത്ര കിലോമീറ്റർ ഞാൻ പോയിട്ട് പോവാണ്. मैं जैसे गाड़ी चलाया होगा, पैदल चला, उसके लिए प्रभु स्वर्ग जाएगा, सबसे ज्यादा अवार्ड मेरा मिल जाएगा। मैं और मेरा वाइफ 50-50 किलोमीटर, 40-40 किलोमीटर पैदल चलते थे। പാസ്റ്റർ ഭാര്യയും 40 കിലോമീറ്റർ 50 കിലോമീറ്റർ ദിവസവും നടന്ന് യാത്രകൾ ചെയ്തിട്ടുണ്ട്. സ്വർഗ്ഗത്തിൽ പോകുമ്പോൾ യാത്ര ഏറ്റവും കൂടുതൽ നടന്നതിനുള്ള പ്രതിഫലം കർത്താവ് എനിക്ക് തരുമെന്ന് ഞാൻ വിശ്വസിക്കുക. पैसा बचाने के लिए बस में बैठने के लिए पैसा, टिकट का पैसा नहीं था। ट्रक में जाकर, हाईवे का इधर का सभी लोगों को मालूम है, हाईवे में जाकर ट्रक आते थे, ट्रक के ऊपर बैठ के चढ़ जाता था, माल के ऊपर, क्योंकि 1 रुपया बचाने के लिए। ऐसा हमने सेवा किया, इसका फल आज दिखाई पड़ रहा है। ആ സമയത്ത് പൈസ ഇല്ലായിരുന്നു, പക്ഷേ ഞങ്ങൾക്ക് ബസ്സിൽ പോകാൻ പൈസ ട്രക്കിലെ സാധനം നിറച്ചിരിക്കുന്നതിന് മേളില് പാസ്റ്ററും ഭാര്യയും കയറിയിരുന്ന് യാത്ര ചെയ്തിട്ടുണ്ട്. അന്ന് പൈസ ലാഭിക്കാൻ വേണ്ടി. പക്ഷേ ഇന്ന് കർത്താവ് ഞങ്ങളെ മാനിച്ചു. केरल की सबसे गरीब में से सबसे छोटी जाति की औरत भी कभी ट्रक के माल ऊपर नहीं चढ़ेगा। मैं मेरी वाइफ को, मैं चढ़ने के बाद खींच कर उसको ऊपर चढ़ा कर ट्रक में चढ़ाता था, 1 रुपया बचाने के लिए। बस दिल से बोल रहा है। കേരളത്തിലെ ഏറ്റവും ദരിദ്രരായ ഒരു വ്യക്തി പോലും ഇങ്ങനെ ട്രക്കിൽ സാധനങ്ങളുടെ മുകളിൽ ഇരുന്ന് യാത്ര ചെയ്തിട്ടില്ല. ഞാൻ അതിന്റെ മുകളിൽ കയറി ഇരുന്നിട്ട് എന്റെ ഭാര്യയെ വലിച്ചതിന്റെ മുകളിൽ ഞാൻ കേട്ടിട്ടുണ്ട്. ഞങ്ങൾ പലപ്പോഴും അങ്ങനെ യാത്രകൾ ചെയ്തിട്ടുണ്ട്. मैं आपको बताना चाहता हूँ, जितने गाँव में हमारे पाव लगाकर प्रभु का वचन दिया है, आज सारे गाँव में कलीसिया स्थापित हो गया है। പക്ഷെ ഒരു കാര്യം പറയട്ടെ, ഞങ്ങൾ ഏതെല്ലാം ഗ്രാമങ്ങളിൽ കാലുകൾ വെച്ച് സുവിശേഷം പ്രസംഗിച്ചോ ആ ഗ്രാമങ്ങൾ മുഴുവൻ രക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. दिन ये पूरा एरिया का कोई गांव बाकी नहीं है। हम लोग पैदल चल के, गाड़ी चलाकर, हर गांव में जाकर यीशु ही प्रभु है करके प्रचार करने के लिए मेरे प्रभु ने मेरे जीवन में अवसर दिया है। ഒറ്റ ഗ്രാമങ്ങൾ ബാക്കിയില്ല, സകല ഗ്രാമങ്ങളിൽ ഞങ്ങൾ പോയി, നടന്നു പോയി, ഞങ്ങൾ അല്ലാതെ വണ്ടി ഓടിച്ചു പോയി. ഞങ്ങൾ പറഞ്ഞു യേശു മാത്രം കർത്താവ് എന്ന് ഞങ്ങൾ പോയി പ്രസംഗിക്കാനിടയായി. आज रात्रि प्रभु मुझे अपने पास बुलाएगा तो मेरे पास दुख नहीं है। प्रभु आपने
जितना दिन दुनिया में मुझे दिया है मैं ईमानदारी से आपकी सेवा किया है. ഇന്ന് രാത്രി കർത്താവിനെ വിളിച്ച എനിക്ക് ഒരു പ്രയാസമില്ല. കർത്താവ് തന്ന സമയങ്ങൾ മുഴുവൻ കർത്താവിന് വേണ്ടി അധ്വാനിക്കുവാൻ കർത്താവ് എന്നെ സഹായിച്ചു. मुझे 3 बच्चों को परमेश्वर ने दिया है. तीनों को प्रभु की सेवा में मैंने लाया है. 3 പിള്ളേരെ കർത്താവ് തന്നു. 3 പേരും കർത്താവിന്റെ വേലയിൽ തന്നെ ആയിരിക്കുകയാണ്. सैकड़ों जवानों को हाथ पकड़कर प्रभु की सेवा में लाया है. നൂറുകണക്കിന് യവനക്കാരെ കൈപിടിച്ച് കർത്താവിനെ വേലയ്ക്കകത്തേക്ക് കൊണ്ടുവരാൻ കർത്താവ് जिसको സഹായിച്ചു. अक्षर लिखना पढ़ना नहीं आता था उसको बाइबिल पढ़ाकर प्रभु का सेवकों बना दिया गया है. വായിക്കാനും അറിയാത്തവരെ വചനം പഠിപ്പിച്ച് അവരെ സുവിശേഷ വേലക്കാരാക്കി തീരുവാൻ കർത്താവ് സഹായിച്ചു. सैकड़ों को परमेश्वर की सेवा के लिए तैयार कर दिया है. നൂറുകണക്കിന് ആൾക്കാരെ സുവിശേഷ വേലയ്ക്ക് സമർപ്പിച്ചു. हजारों गांवों में यीशु की प्रचार किया है. ഓ ആയിരക്കണക്കിന് ഗ്രാമങ്ങളിൽ സുവിശേഷം പ്രസംഗിച്ചു. कन्याकुमारी से लेकर कश्मीर तक, अरुणाचल से लेकर कच्छ तक मैं यीशु की प्रचार किया है. കന്യാകുമാരി മുതൽ കശ്മീർ വരെ ഹല്ലേലൂയ അരുണാചൽ പ്രദേശ് മുതൽ ഗച്ച് വരെ എല്ലാ സ്ഥലങ്ങളിലും നടന്ന സുവിശേഷം प्रभु का പ്രസംഗിച്ചു. वचन क्या कहता है? കർത്താവിന്റെ വചനം എന്താ പറയുന്നത്? मृत्यु के लिए घिसेड़ के ले जा रहा है. മരണത്തിനായി വലിച്ചു കൊണ്ടുപോകുന്നവരെ कौन मृत्यु में घिसेड़ रहा है? ആരാണ് അവരെ വലിച്ചുകൊണ്ട് പോകുന്നത്? ये मृत्यु की अधिकारी कौन है? ഈ മരണത്തിന്റെ അധികാരി ആരാണ്? इब्रानियों की पत्र 2 अध्याय का 14 वचन जरा पढ़िए. ഇബ്രായ ലേഖനം 2:14 ഒന്ന് വായിച്ചോട്ടെ. 2:14 ഇബ്രായ ലേഖനം 2:14 മരണാധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി മക്കൾ ജഡരക്തത്തോട് കൂടിയവരാകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തത്തോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി. हिंदी में पढ़िए बेटा. इसलिए जबकि लड़के मांस और लहू के भागी हैं, मांस और लोहू के भागी है, तो वह आप ही स्वर्ग का परमेश्वर, सृजनहार परमेश्वर आप ही उनके समान, हमारे समान, मनुष्य के समान संसार में आया. क्यों आया? उनका सहभागी हो गया गया ताकि मृत्यु के द्वारा उससे जिसे मृत्यु पर शक्ति मिली थी, इसके पास मृत्यु की शक्ति है, अर्थात शैतान को निकम्मा कर दे. हालेलुया. यीशु क्यों आया? യേശു എന്തിനാ വന്നത്? शैतान को निकम्मा करने के लिए. പിശാചിനെ നീക്കിക്കളയാൻ. शैतान कौन है? പിശാച് ആരാണ്? मृत्यु की अधिकारी. മരണത്തിന്റെ അധികാരിയാണ്. हम लोग सोचते परमेश्वर सबको मारता है. നമ്മൾ വിചാരിക്കുന്നത് ദൈവമാണ് എല്ലാവരും കൊല്ലുന്നത്. नो परमेश्वर किसी को नहीं मारता. ദൈവം ആരെയും കൊല്ലാറുണ്ട്. पहला कोरिन्थी 15 अध्याय में एक और वचन, आखिरी वचन, 1 കൊരിന്ത്യർ 15 അധ്യായം उसका 21 वचन. അതിന്റെ 21 വാക്യം. क्योंकि जब मनुष्य के द्वारा मृत्यु आई तो मनुष्य ही के द्वारा मरे हुओं का पुनरुत्थान भी आया. हालेलुया. मृत्यु कहां से आया? മരണം എവിടുന്നാ വന്നത്? मृत्यु किसके द्वारा आया है? മരണം ആര് മുഖാന്തരം വന്നു? मृत्यु के अधिकारी शैतान है. മരണത്തിന്റെ അധികാരി പിശാചാണ്. मृत्यु कहां से आया है? മരണം എവിടെ നിന്ന് വന്നു? मनुष्य के द्वारा आया है. മനുഷ്യൻ മുഖാന്തരം വന്നു. इसलिए यीशु मनुष्य बनकर आया അതുകൊണ്ട് है. യേശു മനുഷ്യനായി क्यों आया है? എന്തിനാ വന്നത്? मृत्यु की अधिकारी शैतान को हराने के लिए. മൃത്യുവിന്റെ അധികാരിയായി പിശാചിനെ പരാജയപ്പെടുത്താൻ. जो मृत्यु की ओर घिसेड़ा जा रहा है, മരണത്തിലേക്ക് വലിച്ചോണ്ട് उसको പോകുന്നവരെ छुड़ाने के लिए यीशु आया है. രക്ഷപ്പെടുത്തുവാൻ കർത്താവ് വന്നിരിക്കുകയാണ്. स्वर्ग में जाते हुए यीशु हमको बोला है, സ്വർഗ്ഗത്തിൽ പോകുന്നതിന് മുമ്പ് യേശു നമ്മളോട് പറഞ്ഞു, तुम सारे जगत में जाओ, നിങ്ങൾ ഭൂമിയിലൊക്കെയും शिष्यों പോകുക, को बनाओ. हालेलुया. എല്ലാവരെയും ശിഷ്യന്മാരാക്കുക. हालेलुया. हालेलुया. सब जाति के लोगों को शिष्य बनाओ. സകല ജാതികളെയും ശിഷ്യന്മാരാക്കുക. यीशु जगत के अंत तक हमारे साथ है. യേശു ലോകത്തിന്റെ അവസാനത്തോളം നമ്മുടെ കൂടെ ഉണ്ട്. वो यीशु हमारे साथ है. ആ യേശു നമ്മുടെ കൂടെ ഉണ്ട്. वो यीशु को मैंने पहचाना है. ആ യേശുവിനെ ഞാൻ वो यीशु को लेकर मेरी जवानी में इस पूरी एरिया में आया है. ആ യേശുവിനെ കൊണ്ട് ഞാൻ എന്റെ യൗവന പ്രായത്തിലൂടെ എല്ലാം വന്നു. गांव की कच्चे घास की घरों में हम लोग रहा है. ഗ്രാമങ്ങളിലുള്ള പുല്ല് മേഞ്ഞ വീടുകളിൽ ഞങ്ങൾ मैं बोला मैं आया तो मुझे हिंदी नहीं मालूम था, गुजराती में इधर पहले आया तो लोग तो गंदी गाली बोलता था, लेकिन अच्छा हमको समझ में नहीं आता था. ആദ്യം നമുക്ക് ഗുജറാത്തിയും ഹിന്ദിയും ഒന്നും അറിയത്തില്ലായിരുന്നു. ഇവിടെ വന്നപ്പോൾ ആദ്യമൊക്കെ ആൾക്കാർ നല്ല പച്ച തെറി വിളിക്കുമായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് ഒന്നും മനസ്സിലാകത്തില്ലായിരുന്നു. हम तो हंसते रहता था पागल के समान. ഞങ്ങൾ വട്ടമാലെ പോലെ ചിരിച്ചോണ്ടിരിക്കുവായിരുന്നു. लेकिन आज तक परमेश्वर मुझे संभाला. പക്ഷേ ഇന്ന് വരെ കർത്താവ് എന്നെ സൂക്ഷിച്ചു. किसी के सामने लज्जित होने नहीं दिया. ആരുടെ മുമ്പിൽ ലജ്ജിക്കുവാൻ കർത്താവ് जहाँ അനുവദിച്ചു. मुझे लोग बोला मार डालेंगे, ആൾക്കാർ പറഞ്ഞവനെ കൊന്നുകളയുമെന്ന് പറഞ്ഞു. एक बार मेरे घर पर पूरा झुंड के साथ 400-500 लोग आया मुझे मारने के लिए. ഒരു പ്രാവശ്യം എന്റെ വീടിന് ചുറ്റും 400-500 ആൾക്കാർ വന്ന് വളഞ്ഞെന്നെ കൊല്ലാനായിട്ട്. उसका जो मुखिया था उसका हाथ ऐसा पकड़ लिया है. അതിന്റെ മുഖ്യനായിരുന്ന ആളുടെ കൈ ഞാൻ ഇങ്ങനെ പിടിച്ചു. माँ का दूध पियो तो मारो करके ऐसा खड़ा हो ഞാൻ गया. പറഞ്ഞു അമ്മയുടെ പാല് കുടിച്ചവനാണെങ്കിൽ കൊല്ലണമെന്ന് പറഞ്ഞു. वो भागना शुरू हो गया. അവൻ ഓടി സ്ഥലം വിട്ടു. दूसरे दिन का पेपर में आया है, അടുത്ത ദിവസത്തെ പത്രത്തിൽ വന്നു. बजरंग दल वालों के सामने पादरी और उसकी घरवाली शेर के समान आ गया है. ന്യൂസ് പേപ്പറിൽ വന്ന കാര്യം ബജരംഗിന്റെ ആൾക്കാർ പാദ്രിയുടെ വീട്ടിനകത്ത് സിംഹത്തെ പോലെ വന്നു.
ഭാര്യയും പാസ്റ്ററും ഭാര്യയും കൂടെ ബജറംഗ് ദളുകാരുടെ നേരെ പൂലി കടുവായ പോലെ പാസ്റ്ററിനെ ഭാര്യയുടെ വീട്ടിൽ ബജരംഗിന്റെ ആൾക്കാര് അങ്ങനെ ओके बजरंग दल के खिलाफ पास्टर का बीवी ने शेर के समान खड़ा हो गया। मैं हिंदी बोला कोई बात इट्स ओके ओके। एक दिन शगुदा पेपर में 14 न्यूज़पेपर में मेरे विरोध में भयंकर बड़ी हेडिंग के साथ न्यूज़ आया। ഒരു പ്രാവശ്യം 14 ന്യൂസ് പേപ്പറിൽ എനിക്കെതിരായിട്ട് എന്നെക്കുറിച്ച് 14 ന്യൂസ് പേപ്പറിൽ ന്യൂസ് വന്നു। അന്നും ഞാൻ ഗുജറാത്തി പേപ്പർ വരുത്തുന്നുണ്ട്, ഇന്നും ഞാൻ ഗുജറാത്തി പേപ്പർ വരുത്തുന്നു। അന്ന് ഞാൻ ഗുജറാത്തി പേപ്പർ उस समय में गुजराती पेपर न्यूज़ पेपर लाता था, अभी भी लाता। तब उस समय जोएल बिल्कुल छोटा था, 3 साल का था, लेकिन मेरी बेटी लगभग 7वीं क्लास में थी, वो गुजराती पढ़ती थी। ജോയൽ ആ സമയത്ത് തീരെ ചെറുതായിരുന്നു, ഞങ്ങൾ ഗുജറാത്തിയിൽ പഠിക്കുമായിരുന്നു, മോള് ഗുജറാത്തി ലാംഗ്വേജ് പഠിക്കുമായിരുന്നു। तो मेरा जीवन बहुत दौड़ रहा था, मुझे लगा मुझे लोग मार डालेगा। मुझे എനിക്ക് തോന്നി ആൾക്കാർ എന്നെ കൊല്ലുമെന്ന് തോന്നി, കാരണം അതുപോലത്തെ खुद घर पर आके बोला, फादर थॉमस आप अकेला घर से बाहर नहीं निकलना, वापस घर नहीं आएगा। പോലീസ് എന്നോട് വീട്ടിൽ വന്ന് പറഞ്ഞു, നിങ്ങൾ പോലീസ് കമ്മീഷണർ വീട്ടിൽ വന്ന് പറഞ്ഞു, നിങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ നിങ്ങളെ കൊല്ലാനുള്ള എല്ലാ പ്ലാൻ ചെയ്തിരിക്കുക। 18 महीना मेरे घर को पुलिस का प्रोटेक्शन था, 18 मंथ। 18 മാസങ്ങൾ ഞങ്ങൾക്ക് വീട്ടിൽ പോലീസ് പ്രൊട്ടക്ഷൻ ഉണ്ടായിരുന്നു। आप जरा विचार करिए उस दिन कैसे सोया होगा, कैसे दिन होगा। हमारे लिए बॉम्ब बनाया, 2 बॉम्ब फूट के 2 बच्चे मर गया। ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളെ കൊല്ലാൻ ബോംബ് ഉണ്ടാക്കി, ആ ബോംബ് പൊട്ടി 2 പേര് മരിച്ചു। ന്യൂസ് പേപ്പറിൽ വന്ന വാർത്തയാണിത്। मनुष्य होने के कारण मेरा जो बेटी है, पहला जो बालक पेट में मर गया। इधर गांव में चलते हम लोग गांव पहुंच गए तो मेरी वाइफ के पेट में बच्चा 4 दिन मरा हुआ है। ആദ്യ സമയങ്ങളിൽ ഒത്തിരി നടന്ന് പോയി പാസ്റ്റർ വൈഫിന്റെ വയറ്റിൽ കുഞ്ഞുണ്ടായിരുന്നു, നടന്ന് ആ സമയത്ത് ആ കുഞ്ഞ് വയറ്റിനകത്ത് മരിച്ചു। 4 ദിവസം കഴിഞ്ഞ് മരിച്ചു, 4 ദിവസം കഴിഞ്ഞിരുന്നു। ഹോസ്പിറ്റൽ में गए तो डॉक्टर बोला मां भी गया, बच्चा भी गया है। ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു അമ്മയും പോയി കുഞ്ഞും പോയി। बहुत लंबी साक्षी है तो बोलकर बहुत लंबा है, मैं संक्षेप में बताना चाहता हूं। വലിയ സാക്ഷ്യങ്ങളാണ്, ഞാൻ ചെറുതായിട്ട് പറയട്ടെ। उसके बाद 8 साल के बाद मेरी बेटी जन्म हुआ है। 8 വർഷങ്ങൾക്ക് ശേഷം എൻ്റെ കുഞ്ഞ് മോള് ജനിച്ചു। हर दिन बीमार था, हर दिन उसको श्वास नहीं मिलता था। डॉक्टर बोला इसको जिंदा चाहिए तो गुजरात से चले जाओ और कहीं जाओ, इधर ये बच्ची नहीं जिएगी। ശ്വാസം എടുക്കാൻ ഭയങ്കര പ്രയാസം, എന്നും രോഗം। ഡോക്ടർ പറഞ്ഞു നിങ്ങൾക്ക് ജീവനോടെ കുഞ്ഞിനെ വേണമെങ്കിൽ ഗുജറാത്ത് വിട്ട് എവിടെയെങ്കിലും പോയി, ഇവിടെ ജീവിക്കത്തില്ലെന്ന് പറഞ്ഞു। ये गांव का सभी लोग मेरी बेटी को हाथ में उठाकर पाली है, मेरे 3 बच्चों को, वो लोग सब गवाह है। ഈ ഗ്രാമത്തിലെ എല്ലാ ആൾക്കാരും ഇവിടെ ഇരിക്കുന്നവരെല്ലാം തന്നെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കയ്യിലെടുത്ത് വളർത്തിയവരാണ്, അവർ ഈ കാര്യങ്ങളുടെ എല്ലാം സാക്ഷികളാണ്। एक दिन ऑक्सीजन में रखा हुआ था, ഒരു ദിവസം അതിനെ ഓക്സിജനിൽ വെക്കേണ്ടി വന്നു। तो मैं डॉक्टर को बोला उस समय पैसा भी नहीं है मेरे पास ज्यादा हॉस्पिटल बिल देने के लिए, बिल्कुल जीने की हक नहीं है, बिल्कुल एकदम मृतक अवस्था में पहुंच गया। ആ സമയത്ത് ജീവിക്കാൻ കഴിയുന്നില്ലായിരുന്നു, ഡോക്ടറിന് ഉറപ്പില്ലായിരുന്നു, അങ്ങനെ മരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചിരുന്നു। तो मैंने डॉक्टर से बोला मुझे डिस्चार्ज करके दे दो। ഡോക്ടറോട് ഞാൻ പറഞ്ഞു ഡിസ്ചാർജ് ചെയ്യുക, എൻ്റെ കൈ തരാൻ പറഞ്ഞു। मैं मेरे वाइफ के साथ हम लोग 3 दिन उपवास के साथ प्रार्थना की, उसके बाद आज तक वो बीमारी उसको नहीं आया है। പാസ്റ്റർ ഭാര്യ 3 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചു, അതിനുശേഷം ഇന്ന് വരെ ആ അസുഖം കുഞ്ഞിന് വന്നിട്ടില്ല। परमेश्वर सर्वशक्तिमान है, നമ്മുടെ കർത്താവ് സർവശക്തനാണ്। उसके बाद मेरी बेटी आगे बढ़ने लगे, जब समस्या आ गया, ഈ വലിയ പ്രശ്നങ്ങൾ വന്ന സമയത്ത് मैं मनुष्य होने के कारण, മനുഷ്യനായ കാരണത്താൽ एक दिन मैं टूट गया था। ഒരു ദിവസം ഞാൻ പൊട്ടിപ്പോയി। मेरे बच्चों के सामने लोग मुझे खत्म करेगा, എനിക്ക് തോന്നി എൻ്റെ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ വെച്ച് ആൾക്കാർ എന്നെ കൊല്ലുമെന്ന്। आगे क्या होगा मुझे कुछ किनारा नहीं दिख रहा था, മുമ്പിൽ എന്താകും ഒരു കര കാണാൻ കഴിയുന്നില്ല। तो एक दिन मैं बिल्कुल टूट गया। ഒരു ദിവസം ഞാൻ പൂർണ്ണമായിട്ട് അങ്ങ് പൊട്ടിപ്പോയി। तो मेरी बेबी मेरी चेहरा को समझकर मेरे पास आया। ഭാര്യ മോള് എന്റെ മുഖത്തിന്റെ വിഷമം കണ്ട് എന്റെ അടുക്കിലേക്ക് വന്നു। എന്നെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, ആ മോൾ എന്റെ അടുക്ക് വന്ന് എന്നെ കെട്ടിപ്പിടിച്ചു। മേരെ പാസ് ആके गला लगाकर बोला पापा यदि आपको ये लोग इधर मार डालेगा, हम इस जगह में यीशु की प्रचार करेगा। പപ്പ ഈ ആൾക്കാർ പപ്പയെ കൊല്ലുവാണെങ്കിൽ ഞങ്ങൾ ഈ സ്ഥലത്ത് യേശുവിനെ കുറിച്ച് പ്രസംഗിക്കും। കുഞ്ഞുങ്ങളാണ്, ഞങ്ങളുടെ 2 ആൺപിള്ളേരാണ്। ये दोनों छोटे छोटे बच्चे थे, അവർ രണ്ടും ആ സമയത്ത് വളരെ കുഞ്ഞുങ്ങളായിരുന്നു। अभी भी वो बेंच मेरे किचन में है।
ആ ബെഞ്ച് ഇപ്പോഴും ഞങ്ങളുടെ കിച്ചനകത്ത് ഇരിപ്പുണ്ട്. मैं मेरे वाइफ और तीनों बच्चों के साथ ऐसे गले लगाकर ऐसा लिपट कर हमने प्रार्थना किया. ഞാൻ ആ സമയത്ത് എന്റെ ഭാര്യയും ഞങ്ങളുടെ 3 കുഞ്ഞുങ്ങൾ ഞങ്ങൾ ഒരുമിച്ച് കെട്ടിപ്പിടിച്ച് ഞങ്ങൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് मेरी പ്രാർത്ഥിച്ചു. बेटी की वो शब्द मेरे जीवन में ऐसा हिम्मत दिया है. എന്റെ മോളുടെ ആ വാക്കുകൾ എന്റെ ഹൃദയത്തിനകത്ത് ഭയങ്കരമായ ധൈര്യം തന്നു. उसके बाद आज तक मुझे टुकड़ा टुकड़ा करके बोलेगा तो भी डर क्या है मुझे पता नहीं है. അതിനുശേഷം ഇന്ന് വരെ എന്നെ വെട്ടിയിട്ടാൽ പോലും ഭയം എന്താണെന്ന് എനിക്കറിയത്തില്ല. डरपोक लोग परमेश्वर के राज्य में प्रवेश नहीं करेगा. ഭീരുക്കൾ ദൈവരാജ്യത്തിൽ പ്രവേശിക്കത്തില്ല. आमीन. ആമേൻ. प्रभु की सेवा में कभी पीछे नहीं हटना है. गला कटे तो भी इधर कटना है. यीशु के लिए भारत को जीतना है. मृत्यु के लिए घसीटा जा रहा है, उन्हें छुड़ाना है हमें. ദൈവമക്കൾ ഒരിക്കലും ഭയപ്പെട്ട് പിന്മാറി പോകുന്നവരല്ല, മരണത്തിന് മുമ്പിൽ ഭയപ്പെടുന്നവരല്ല, മരണത്തിനായി കൊണ്ടുപോകുന്നവരെ വിടുവിക്കേണ്ടവരാണ് നമ്മള്. हालेलुया. ഹല്ലേലൂയ. मेरे प्यारो, आज मुझे सुनने वाला तमाम प्रियों से मैं हाथ जोड़कर पूछना चाहता हूँ, आपकी इरादा क्या है? ഇന്നെ കേൾക്കുന്ന ഓരോ വ്യക്തിയോട് ഞാൻ കൈകൾ കൂപ്പി ചോദിക്കുവാൻ നിങ്ങളുടെ ആഗ്രഹം എന്താണ്? आप अपने बच्चों को कौन बनकर देखना चाहता हूँ? നിങ്ങളുടെ മക്കളെ എന്തായി ആകണമെന്നാണ് നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നത്? कैसे भी यूरोप पहुंचाना है, എങ്ങനെയെങ്കിലും യൂറോപ്പിലെത്തണം. आप जाइए, कोई बात नहीं, मैं उसके खिलाफ नहीं है. നിങ്ങൾ പോവോ, വേണമെങ്കിൽ പൊയ്ക്കോ. लेकिन उससे ज्यादा लोग इधर नरक की ओर जा रहा है, घसीटा जा रहा है. उधर पॉपुलेशन कम है, इधर पॉपुलेशन ज्यादा है. യൂറോപ്പ് वाला भी सुन रहे तो कान खोल के सुनो. പക്ഷെ അതിനേക്കാളും ആയിരക്കണക്കിന് ആൾക്കാർ ഇവിടെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്, കർത്താവിനെ അറിയാതെ ഇവിടെ തകർന്നുകൊണ്ടിരിക്കുകയാണ്. प्रभु का वचन कहता है मृत्यु के लिए घसीटा जा रहा है. കർത്താവിന്റെ വചനം പറയുന്ന മരണത്തിനായിട്ട് അവരെ വലിച്ചുകൊണ്ട് പോവുകയാണ്. तुम नहीं जानते है करके कहेगा तो നിങ്ങൾ എനിക്ക് അറിയത്തില്ല എന്ന് നിങ്ങൾ പറയുകയാണ്. मन को जांचने वाला है. ഹൃദയത്തെ തൂക്കി നോക്കുന്നവനെല്ലാം കാണുകയാണ്. हालेलुया. हालेलुया. मेरे और आपका मन को जांचने वाला आज हमारे बीच में है. എന്റെ നിങ്ങളുടെ ഹൃദയത്തെ മനസ്സിനെ തൂക്കി നോക്കുന്നവൻ നമ്മളെ കാണുകയാണ്. हमारा जीवन का लक्ष्य क्या है? നമ്മുടെ ജീവിതത്തിന്റെ ആഗ്രഹം എന്താണ്? मृत्यु की अधिकारी शैतान को निगंबा कर करे, മരണാധികാരിയായി പിശാചിനെ നീക്കിക്കളഞ്ഞു यीशु मसीह के रक्त के द्वारा इन लोगों को छुड़ाकर जीवन में लाने के जवाबदारी मेरे और आपके पास परमेश्वर ने दिया गया है. യേശു ക്രിസ്തു രക്തത്താൽ ഈ ജനത്തെ വിടുവിച്ച് നിത്യജീവനിലേക്ക് കൊണ്ടുവരാനുള്ള അധികാരം കർത്താവ് നമുക്ക് ഓരോരുത്തർക്കും നൽകി തന്നിരിക്കുകയാണ്. 1991 में अमेरिका का चर्च का पास्टरशिप मुझे दिया है. 1991 അമേരിക്കയുടെ പാസ്റ്റർ ആകാനുള്ള നല്ലൊരു ചർച്ചിന്റെ പാസ്റ്റർ ആകാൻ എനിക്ക് അവസരം കിട്ടി. 6 बार मैं अमेरिका यात्रा किया है. 6 പ്രാവശ്യം ഞാൻ അമേരിക്കയിൽ യാത്ര अभी ചെയ്തിട്ടുണ്ട്. लगभग हर हफ्ता मुझे फोन करके बोला, राजू एक बार आओ. मैं बोला मैं नहीं आऊंगा. हर हफ्ता मुझे फोन करके बोलते हैं, राजू एक बार आ जाओ, एक बार फिर से आ जाओ. कई बार मैं नहीं 3 महीना उधर रहेगा, एक आत्मा मुझे नहीं मिलेगा. इधर एक दिन में मुझे 50 आत्मा मिलेगा. मैं तो मारवाड़ी है. ഞാൻ അവിടെ പോയി 6 ആഴ്ച നിന്ന് ഒറ്റ ആത്മാവിനെ നേടാൻ പറ്റത്തില്ല. ഇവിടെ ഒരാഴ്ച നിന്ന് എത്ര ആത്മാവിനെ നേടാൻ പറ്റും? എന്തിനാ അവിടെ പോകുന്നത്? हालेलुया. हालेलुया. दुनिया में सबसे ज्यादा कीमत मनुष्य की आत्मा का है. ലോകത്തിലെ ഏറ്റവും കൂടുതൽ വിലയുള്ളത് മനുഷ്യന്റെ ആത്മാവിനാണ്. डॉलर से भी पाउंड से भी कीमत मनुष्य की आत्मा का है. गरीबों को आत्मा को बचाने के लिए प्रभु ने इस पीढ़ी में मुझे और आपको बुलाया है. ഡോളറിനെക്കാളും പൗണ്ടിനെക്കാളും വില മനുഷ്യന്റെ ആത്മാവിനാണ്. ആ ആത്മാവിനെ നേടാനുള്ള ഒരു വലിയ വിളിയാണ് കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നത്. आज से 40-42 साल के पहले मेरे जवानी में एक पहचान बगैर मैं सूरत में सोनगढ़ में आया था. आज आप ये गांव पूरा पूछ के देखो मेरा कितना पहचान है, मेरा कितना सगा है. इधर बैठ रहे एक बोलो पूरो मेरे लिए जान देने के लिए पूरा देश तैयार है. 42 വർഷങ്ങൾക്ക് മുമ്പ് ആ ഒരു മനുഷ്യരാലും അറിയപ്പെടാത്തവനായി ഞാൻ ഇവിടെ വന്നു. പക്ഷെ ഇന്ന് എനിക്ക് വേണ്ടി ജീവൻ തരാൻ പോലും എന്നെ അറിയാവുന്ന എല്ലാ മനുഷ്യരും എന്നെ കുറിച്ച് ചോദിച്ച എല്ലാവർക്കും അറിയാം. എനിക്ക് വേണ്ടി ജീവൻ തരാൻ പോലും തയ്യാറായി ആയിരക്കണക്കിന് ആൾക്കാർ കർത്താവിന് തന്നിരിക്കുകയാണ്. एक देश को यीशु के लिए जीतने के लिए मुझे प्रभु ने मौका दिया है. ദേശങ്ങളെ കർത്താവിനായി നേടുവാൻ കർത്താവ് എന്നെ സഹായിച്ചു. लाखों के सामने यीशु को प्रकट करने के लिए प्रभु ने अवसर दिया है. ലക്ഷങ്ങളുടെ മുമ്പിൽ കർത്താവിനെ വെളിപ്പെടുത്തുവാൻ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. मैं आखिरी में एक ही शब्द आपको पूछना चाहता हूं. അവസാനമായിട്ട് ഒരു കാര്യം കൂടി ചോദിക്കുകയാണ്. हमारे जीवन का लक्ष्य क्या है? നിങ്ങളുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ്? जितना भी धन कमाएगा, എത്ര ധനം പൈസ ഉണ്ടാക്കിയാലും चोर चोरी किया जाएगा, കള്ളന്മാർ മോഷ്ടിച്ചുകൊണ്ട് പോകും, सड़ जाएगा. दुनिया का सब चीज सड़ जाएगा. ലോകത്തിലെ സകലതും അത് അഴുകിപ്പോകുന്നതാണ്. ये माइक्रोफोन सड़ जाएगा. ഈ മൈക്രോഫോൺ ഇത് അഴുകിപ്പോകും. ये मकान सड़ जाएगा. ഈ വീട് ഇത് അഴുകിപ്പോകും. ये घर, ये जो गाड़ी घोड़ा सब सड़ जाएगा. ഈ വണ്ടിയും സകല കാര്യങ്ങളും അതെല്ലാം നഷ്ടപ്പെട്ടു ये പോകും. शरीर ये कपड़ा सब सड़ जाएगा. ഈ ശരീരവും വസ്ത്രവും എല്ലാം നഷ്ടപ്പെട്ടു പോകും. ना सड़ने वाला एक मेरे अंदर है, दुनिया में है. वो मनुष्य की आत्मा है. उसको बचाने के लिए यीशु ने मुझे और आपको बुलाया है.
നഷ്ടപ്പെടാത്ത നമ്മുടെ ആത്മാവാണ്. ആ ആത്മാവിനെ രക്ഷപ്പെടുത്താനാണ് കർത്താവ് എന്നെ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. एक जीवन प्रभु ने आपको दिया है, ഒരു ജീവിതം കർത്താവ് एक जिंदगी തന്നിരിക്കുകയാണ്. परमेश्वर ने आपको दिया ഒരു है. ജീവിതം കർത്താവ് आपने कितने തന്നിരിക്കുകയാണ്. लोगों को रास्ता दिखाया है? എത്ര ആൾക്കാർക്ക് വഴി കാണിച്ചു यीशु കൊടുത്തു. ने कहा मैं मार्ग हूँ, യേശുവിനെ പോലെ ഞാനാണ് मैं വഴി, सत्य हूँ, ഞാൻ സത്യമാണ്, मैं जीवन हूँ, ഞാൻ ജീവനാണ്, जो मरने के लिए जा रहा है ഞാൻ മരിക്കാൻ വേണ്ടി പോകുകയാണ്. उनको यीशु दे दो, उनको जिंदगी मिल जाएगा. ആ മരിക്കാൻ വേണ്ടി പോകുന്നവർക്ക് യേശുവിനെ കൊടുക്ക്, അവർക്ക് ജീവിതം കിട്ടും. सुसाइड के लिए गला में रस्सी डाला हुआ लोगों को प्रभु ने बचाया. वो साक्षी मेरे पास है. എൻ്റെ അടുത്ത് അങ്ങനെ സാക്ഷ്യങ്ങളുണ്ട്. ആത്മഹത്യക്ക് വേണ്ടി കഴുത്തിൽ കുരുക്ക് മുറുക്കിയ ആൾക്കാരെ രക്ഷപ്പെടുത്തിയ അനുഭവങ്ങളുണ്ട്. पति पत्नी राजधानी के नीचे सिर रखने के लिए जा रहा था. आज सूरत में पास्टर है, कम से कम 200 विश्वासी के पास्टर बन गया है. ഹസ്ബൻഡും വൈഫും രാജധാനി എക്സ്പ്രസിന്റെ യൂട്യൂബിലുണ്ട് സാക്ഷി. തല വെച്ച് മരിക്കാൻ വേണ്ടി പോകുന്ന ആ രണ്ടുപേരെ രക്ഷപ്പെടുത്തുവാൻ കർത്താവ് സഹായിച്ചു. അവരിന്ന് സൂറത്തിൽ പാസ്റ്റേഴ്സ് ആണ്. അവരുടെ ചർച്ചിൽ ഒത്തിരി ആൾക്കാരുണ്ട്. कई लोगों को आत्महत्या से बचाने के लिए प्रभु ने उपयोग किया. ഒരുപാട് ആൾക്കാരെ ആത്മഹത്യ രക്ഷപ്പെടുത്തുവാൻ കർത്താവ് സഹായിച്ചു. पवित्र वचन उठाकर मैं कह रहा है, मृत्यु के लिए घिसेड़ रहा है, उन्हें छुड़ाने का काम परमेश्वर ने मुझे और आपको दिया है. സത്യവേദ പുസ്തകം ഉയർത്തി പറയുകയാണ്, മരണത്തിനായി അനേകരെ വലിച്ചുകൊണ്ട് പോവുകയാണ്. വലിച്ചുകൊണ്ട് പോകുന്ന രക്ഷപ്പെടുത്തുവാൻ വിടുവിക്കേണ്ട ഉത്തരവാദിത്വം എനിക്ക് നിങ്ങൾക്ക് വേണം. हालेलुया. हालेलुया. यदि हम बोले हमको नहीं मालूम है, നമ്മൾ പറയുകയാണ് എനിക്ക് അറിയത്തില്ല എന്ന്. हमारा कमी क्या मालूम है? നമ്മുടെ കുറവെന്താണെന്നറിയാവോ? എനിക്ക് ഹിന്ദി അറിയത്തില്ല, എനിക്ക് ഹിന്ദി അറിയത്തില്ല, എനിക്ക് പരിപ്പ് പിടിക്കുകയില്ല, എനിക്ക് പരിപ്പ് അങ്ങോട്ട് मुझे दाल थोड़ा से दाल मुझे अच्छा नहीं लगता. 36 പ്രാവശ്യം വയറിളകിയ അനുഭവം എനിക്കുണ്ട്. ഒരു ദിവസം 36 പ്രാവശ്യം വയറിളകിയിട്ടുണ്ട്. 30 दिन 36 बार लूज मोशन. एक दिन एक दिन में ഒരു ദിവസം 36 പ്രാവശ്യം വയറിളകി. 36 बार लूज मोशन आया हुआ अनुभव मेरे पास. സമയത്ത് തന്നെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. जब मैं गिर गया था मुझे उठा कर लेकर गया था. आज आप लोगों ने सब वीआईपी खाना इधर खाया है. ഇന്ന് നിങ്ങൾ എല്ലാവരും നല്ല അടിപൊളി ആഹാരം ഇവിടെ आप തിന്നുകൊണ്ടിരിക്കുന്നു. सबको पूछो पुराने जमाने के खाना कैसा था. നിങ്ങൾ എല്ലാവരും ചോദിച്ചു ഇവിടുത്തെ ആദ്യകാലത്തെ ആഹാരം എന്തായിരുന്നെന്ന്. यीशु लोगों को भी बदला है, रिवाज को भी बदला है, सिस्टम को भी बदला है, सब कुछ बदला है. मसीह में हो तो सब कुछ बदल जाता है. യേശു കർത്താവ് ജീവിതത്തെ മാറ്റും, സാമൂഹിക ജീവിതത്തെ മാറ്റും, മാനസിക ജീവിതത്തെ മാറ്റും, ആത്മീയ ജീവിതത്തെ മാറ്റും. യേശു കർത്താവ് എല്ലാം മാറ്റുന്ന കർത്താവാണ്. ये दुनिया में और किसी से नहीं होगा, मुझसे और आपसे होगा. ഇത് ലോകത്തിൽ മറ്റാർക്കും ചെയ്യാൻ കഴിയത്തില്ല, പക്ഷേ എനിക്ക് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും. अगर आज रात्रि मेरी आवाज अब सुन रहा है, രാത്രി എന്റെ ശബ്ദം നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ आपको पवित्र आत्मा क्यों प्रभु दिया है? എന്തിനാ കർത്താവ് പരിശുദ്ധാത്മാവ് നൽകി खाली തന്നിരിക്കുന്നത്? अन्य भाषा बोलकर ताली बजाने के लिए? ഞാൻ അന്യഭാഷ പറയാൻ വേണ്ടി മാത്രമാണോ? वो आत्मा में चलाया है. ആത്മാവിൽ നടത്തപ്പെടണം. फिलिप्पोस आत्मा में अगुवाई किया गया ഫിലിപ്പോസ് है. ആത്മാവിൽ मैं നടത്തപ്പെട്ടു. आत्मा में चल रहा है, ആത്മാവിൽ मैं ജീവിക്കണം, आत्मा में संदेश दिया जा रहा है. ആത്മാവിൽ പ്രവചിക്കണം. आज भी 4 घंटा प्रचार करे तो पानी नहीं पिएगा. ഇന്ന് 4 മണിക്കൂർ പ്രസംഗിക്കുമ്പോഴും വെള്ളം കുടിക്കത്തില്ല. क्यों? वही आत्मा का काम है. കാരണം എന്താ? ഇത് ആത്മാവിന്റെ പരിപാടിയാണ്. मेरा शरीर तो कमजोर है, എന്റെ ശരീരം ബലഹീനമാണ്. लेकिन मेरे अंदर काम करने वाली आत्मा कमजोर आत्मा नहीं है. പക്ഷേ- हालेलुया. कमजोरी को दूर करके बल देने वाली आत्मा है. പക്ഷെ എന്റെ അകത്ത് വ്യാപരിക്കുന്ന ആത്മാവ് ബലഹീനമല്ല, അത് ബലഹീനതകളെ മാറ്റി ശക്തി തരുന്ന वो आत्मा ആത്മാവാണ്. का शक्ति इतना बड़ा है, यीशु मसीह को खबरों में से बाहर लाया. वो आत्मा मुझ में वास कर रहा है, वो आत्मा में वास कर रहा है. वो आत्मा का काम भारत की हर गांव में होना है. ആ ആത്മാവ് മരിച്ചവരുടെ ഇടയിൽ നിന്ന് യേശു ക്രിസ്തുവിനെ പുറത്തു കൊണ്ടുവന്ന ആത്മാവാണ്. ആ ആത്മാവ് എന്റെ അകത്ത് വ്യാപരിക്കുകയാണ്, അത് നമ്മളിലൂടെ വ്യാപരിക്കട്ടെ. हम प्रभु से प्रार्थना करें, प्रभु आपने मुझे पवित्र आत्मा दिया है. खाली चर्च के अंदर ताली बजाने के लिए नहीं है, दुनिया के लोगों को मृत्यु से घिसेड़ के जीवन की मार्ग में लाने के लिए आपने मुझे जो आत्मा दिया है, वो आत्मा को मेरे द्वारा काम करने के लिए दे दिए. കർത്താവേ, എനിക്ക് പരിശുദ്ധാത്മാവിനെ തന്നു. ആ ചർച്ചിനകത്ത് 4 ചുവരുകൾക്കകത്തിരുന്ന് 4 അന്യഭാഷ പറയാൻ വേണ്ടിയുള്ള നല്ല ആത്മാവ് മരണത്തിനായി വലിച്ചുകൊണ്ട് പോകുന്നവരെ വിടുവിക്കുവാൻ കർത്താവേ ആത്മാവിനെ തന്നതിനായി സ്തോത്രം ചെയ്യുന്നു. हालेलुया. ഹല്ലേലൂയ. मेरे शब्दों को मैं समाप्त करना चाहता हूं. ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. सुनने वालों के लिए मैं 1 मिनट प्रार्थना करना चाहता हूं. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുന്നു. दुनिया में सबसे कीमती, ലോകത്തിലെ ഏറ്റവും വില കൂടിയത്, सबसे कीमती ഏറ്റവും വില കൂടിയത് मनुष्य की आत्मा है. മനുഷ്യന്റെ ആത്മാവാണ്. सबसे कीमती कुछ है तो बताइए. അതിന്റെ ये धंधा आज बंद करूंगा, वो करूंगा. അതിനേക്കാളും വിലയുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറ, ഞാൻ ഈ പരിപാടി നിർത്തി നിങ്ങൾ പറയുന്ന പണി ചെയ്യാം. सबसे कीमती मेरा बेटा जोएल छोटा था, एक दिन आकर मेरे से पूछा, पप्पा सबसे बड़ा कौन है? എന്റെ കുഞ്ഞ് ജോയിൽ ഏറ്റവും കുഞ്ഞായിരുന്നപ്പോൾ ഒരു ദിവസം എൻ്റെ അടുത്ത് ചോദിച്ചു, പപ്പ ഏറ്റവും വലുത് എന്താണ്? ഏറ്റവും വലുതാരാണെന്ന്. ഏറ്റവും വലുത് ആരാണ്? എനിക്ക് പെട്ടെന്ന് മനസ്സിലായി. ചോദിച്ചു, क्या मतलब? पुलिस है, इंस्पेक्टर है और कलेक्टर है, इंजीनियर है, ऐसा कई बातें पूछा. तब मुझे समझ में आया क्या पूछ रहा है. അവൻ എന്നോട് ഇപ്പം എനിക്ക് മനസ്സിലായി. ഞാൻ ചോദിച്ചു, നീ എന്താ ഉദ്ദേശിച്ചത്? അപ്പോൾ കളക്ടറാണോ പോലീസ് ഓഫീസറാണോ അങ്ങനെ അങ്ങനെ കുറേ ചോദ്യം. അപ്പോൾ എനിക്ക് മനസ്സിലായി എന്താ ഉദ്ദേശിച്ചത്.
मैं പറഞ്ഞു सबसे बड़ा परमेश्वर का दास है। ഞാൻ പറഞ്ഞു ഏറ്റവും വലുത് കർത്താവിന്റെ ദാസനാണ്. ऐसा कैसे हो सकता है? അവൻ പറഞ്ഞു അതെങ്ങനെ അങ്ങനെ നടക്കാം, അതെങ്ങനെ സംഭവിക്കും? परमेश्वर का दास कौन सा बड़ा है? കർത്താവിന്റെ ദാസന്മാർ എങ്ങനെ വലുതാവും? छोटा था, मतलब बहुत छोटा था तब की बात है। അവൻ ഒത്തിരി ചെറുതായിരുന്നപ്പോൾ കാര്യമാണ്. उसको बिठा के बोल रहा है। അവൻ ഇരുത്തിക്കൊണ്ട് ഞാൻ പറയുന്നത്. तो मैं बोला, ഞാൻ പറഞ്ഞു प्राइम मिनिस्टर प्रार्थना करे तो भूत निकलेगा? പ്രധാനമന്ത്രി പ്രാർത്ഥിച്ചാൽ ഭൂതളവോ? कलेक्टर प्रार्थना करे तो कोई चंगे हो जाएगा? കളക്ടർ പ്രാർത്ഥിച്ചാൽ ആരെങ്കിലും രോഗികൾ സൗഖ്യമാവോ? पुलिस बोलेगा तो मनुष्य बच जाएगा? പോലീസ് പറഞ്ഞാൽ മനുഷ്യൻ രക്ഷപ്പെടോ? बोला नहीं हो तो नहीं होता है। അവൻ പറഞ്ഞു അത് നടക്കും. भूत निकलने तो कौन चाहिए? परमेश्वर का दास चाहिए। ഭൂതത്തേക്കാര് വേണം, കർത്താവിന്റെ ദാസൻ വേണം. रोगी चंगा होना तो परमेश्वर का दास चाहिए। രോഗികൾ സൗഖ്യമാണെങ്കിൽ പാസ്റ്റർ വേണം. आशीष आना तो परमेश्वर का दास चाहिए। അനുഗ്രഹം വരണമെങ്കിൽ കർത്താവിന്റെ ദാസൻ വേണം. ये पूरे एरिया में पहले कोई खेती नहीं होता था। ഈ മുഴുവൻ സ്ഥലങ്ങളിലും ആദ്യം കൃഷി ഉണ്ടായിരുന്നില്ല. श्रापित जगह था। ഇതെല്ലാം ശാപം പിടിച്ച സ്ഥലങ്ങളായിരുന്നു. होता था जब से उनका टमारा മുൾച്ചെടികളായിരുന്നു. ഇവിടെയെല്ലാം ഈ മുൾച്ചെടികൾ മാത്രമായിരുന്നു. और सब लोग दारू पी के पड़ा रहता था। എല്ലാവരും വെള്ളം അടിച്ച് അങ്ങനെ കിടക്കുമായിരുന്നു. खेती करने के लिए उनके पास टाइम नहीं है, मन ही नहीं है। കൃഷി ചെയ്യാനായിട്ട് അവർക്ക് സമയമില്ല, അവർക്ക് താല്പര്യമില്ല. यीशु में आया, യേശുവിൽ വന്നു, स्वभाव बदल गया, സ്വഭാവം മാറി, मेहनत करने लगे, അധ്വാനിക്കാൻ തുടങ്ങി, जमीन आशीर्वाद होने लगे, ഈ പൃഥ്വി ഈ ഭൂമി അനുഗ്രഹിക്കപ്പെട്ടു. मुझे खेत में ले जाता था खेत के लिए प्रार्थना करने के लिए। അവരെന്നെ കൃഷിയെടുത്ത് കൊണ്ടുപോകരുത്, കൃഷിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട്. एक जगह में मुझे लेके गया, ഒരു വ്യക്തി എന്നെ കൊണ്ടുപോയി 16 कुआं बनाया, बोर और कुआं 16 बनाया। 16 കുഴൽ കിണറുകൾ ഉണ്ടാക്കാൻ ശ്രമിച്ചു. കിണറും കുഴൽ കിണറും 16 എണ്ണം ഉണ്ടാക്കി. एक भी पानी नहीं, ഒന്നിലും വെള്ളം വന്നില്ല. कंगाल हो गया है। അവിടെ എല്ലാം ദാരിദ്ര്യം വന്നു. बहुत बड़ा जमीन है, एक बूंद पानी नहीं है। ഭയങ്കര വലിയ ഏരിയ, പക്ഷെ ഒറ്റ തുള്ളി വെള്ളമില്ല. मुझे बोला पास्टर जी क्या करना मालूम नहीं, हम कंगाल हो गया है। അവർ പറഞ്ഞു പാസ്റ്റർ എന്താ ചെയ്യുന്നത്, ഞങ്ങൾ ദരിദ്രന്മാരായി തീർന്നിരിക്കുക. मैं बोला चलो मुझे मेरे साथ खेत में ले जाओ। बोला ഞാൻ പറഞ്ഞു എന്നെ കൊണ്ട് ഗത്തിലേക്ക് പോ. वो लोग आज भी इधर मीटिंग में था। ഇന്നും അവരെ മീറ്റിംഗ് വന്നിട്ടുണ്ട്, महाराष्ट्र से आया है। മഹാരാഷ്ട്രയിൽ വന്നിട്ടുണ്ടായിരുന്നു. तो खेत में मैं गया, ഞാൻ കൃഷി സ്ഥലത്തിൽ പോയി. खेत में घूम घूम के मैंने प्रार्थना ആ की। വയലിൽ മൊത്തം നടന്ന് ഞാൻ പ്രാർത്ഥിച്ചു. एक लकड़ी का टुकड़ा ले लिया, ഒരു മരക്കം എടുത്തു, ये ऐसा नीचे लगा ഒരു दिया। സ്ഥലത്ത് ഞാൻ ഇങ്ങനെ കുത്തി. बोला इधर बोर बना दो। ഞാൻ പറഞ്ഞു ഇവിടെ प्रार्थना करके बोला इधर कुआं बना दो। പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു ഇവിടെ നീ കിണറൊഴുക്കി. मेरा परमेश्वर എന്റെ ദൈവം जो नहीं है ഇല്ലാത്തതിനെ है करके बुलाने वाला है। ഉള്ളതിനെ എപ്പോഴും വിളിക്കുവാൻ മതിയായവനാണ്. जहाँ पानी नहीं है ഇവിടെ വെള്ളമില്ലാത്തടത്ത് पानी बनाने वाला है। അവിടെ വെള്ളം ഉണ്ടാക്കാൻ കഴിയുന്ന ദൈവം. 16 कुआं में पानी नहीं निकला, 16 കിണറിൽ നിന്ന് വെള്ളം വന്നില്ല, 65 फुट में पानी निकला है। പക്ഷെ ഇവിടെ വെള്ളം ലഭിക്കാനിടയായി തീർന്നു. 65 അടിക്ക് വെള്ളം വന്നു. 65 അടിക്ക് ഇവിടെ വെള്ളം കിട്ടി. हालेलुया। ഹല്ലേലൂയ. वो आज भी नहीं सूखा है। അത് ഇന്നും ഉണങ്ങി വറ്റിപ്പോയിട്ടില്ല. सैकड़ों अनुभव में आपको बता सकता है। ഇങ്ങനെ നൂറുകണക്കിന് അനുഭവങ്ങൾ പറയാൻ यीशु पर കഴിയും. मुझे भरोसा है, ദൈവത്തിൽ എനിക്ക് यीशु വിശ്വാസം, पर मुझे विश्वास है, കർത്താവിൽ എനിക്ക് ഭയങ്കര वो मुझे ഉറപ്പാണ്. मेरा सुनता എന്റെ है। പ്രാർത്ഥന കേൾക്കുന്നവനാണ്. हालेलुया। ഹല്ലേലൂയ. प्रेज द लॉर्ड। പ്രൈസ് ദി ലോർഡ്. हमारे बच्चों को हम क्या दिखाया है? നമ്മുടെ മക്കൾക്ക് നാം എന്താ കാണിച്ചു കൊടുത്തത്? जोएल की बात पूरा नहीं किया, ये 1 मिनट में पूरा करके बताऊंगा। ജോയലിനെ കുറിച്ചുള്ള മുഴുവൻ പറഞ്ഞില്ല, ഒരു കുറച്ചുകൂടെ പറയട്ടെ. तो उनको मालूम पड़ा सबसे बड़ा प्रभु का दास है। അവന് മനസ്സിലായി ഏറ്റവും വലുത് കർത്താവിന്റെ ദാസൻ. फिर मेरे से पूछा पापा आपने कहाँ से सेवा शुरू किया? എന്നോട് ചോദിച്ചു പപ്പ എവിടെ നിന്നായി മിനിസ്ട്രി तब मैंने ये गांव का नाम दे दिया। ഞാൻ ഈ ഗ്രാമത്തിന്റെ പേര് പറഞ്ഞു. तो मुझे बोला अब जब दूसरी बार जाएगा तो मुझे भी लेके जाना। അപ്പൊ അവൻ പറഞ്ഞു അടുത്ത പ്രാവശ്യം പോകുമ്പോൾ എന്നെ കൂടെ കൊണ്ടുപോകണം. मैं जब दूसरा टाइम आया तो मैं उसको बोला जोएल आज मैं मोटी करवन जा रहा है। അടുത്ത പ്രാവശ്യം വന്നപ്പോൾ ഞാൻ പറഞ്ഞു മോനെ ഞാൻ ഇപ്പം മോട്ടി കരവാനിൽ പോവാണ്. तो उस दिन एक टाई बूट सब पहन कर एकदम कोट बूट पहन कर एकदम तैयार होकर एक अच्छी बाइबल लेकर मेरे साथ आकर मीटिंग में ऐसा पास्टरों के साथ बैठ गया है। അന്ന് കോട്ട് സൂട്ടൊക്കെ അവൻ ഇട്ട് നല്ല നല്ല തുണിയൊക്കെ ഇട്ട് ഒരു ബൈബിളൊക്കെ പിടിച്ച് എൻ്റെ കൂടെ വന്ന് പാസ്റ്ററിന്റെ അടുത്ത് കസേര വന്ന് അവൻ അങ്ങിരുന്നു. तो वो लोग सुना हुआ काफी लोग इधर बैठा है। അത് കേട്ടിട്ടുള്ള കുറെ ആൾക്കാർ ഇവിടെ ഇരിപ്പുണ്ട്. तो बड़ी पब्लिक था, वो रोड के उस साइड में बड़ा मीटिंग था, बहुत संख्या में मीटिंग लोग था। റോഡിന്റെ ആ ഭാഗത്ത് ഒത്തിരി വലിയ മീറ്റിംഗ് നടക്കുകയായിരുന്നു. तो मुझे उनके भाव देखकर मुझे पता लगे ये तो कुछ करने वाला है। അവൻ ഇരിക്കുന്ന ഇരിപ്പ് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇവൻ എന്തോ ചെയ്യാൻ വേണ്ടി പരിപാടി ഇട്ട് വന്നിരിക്കുക. तो मैं बोला आज एक छोटा सा प्रचारक आया है वो प्रचार करेगा। ഞാൻ പറഞ്ഞു ഇന്നൊരു ചെറിയ പ്രാസംഗി വന്നിട്ട് അവൻ പ്രസംഗിക്കുമെന്ന് പറഞ്ഞു. तो वो खड़ा हो गया प्रचार करने के लिए। ഇവനക്ക് പ്രസംഗിക്കാൻ വേണ്ടി എഴുന്നേറ്റു. मैंने बहुत लोगों का प्रचार सुना है। ഞാൻ ഒരുപാട് ആൾക്കാരുടെ പ്രസംഗം കേട്ടിട്ടുണ്ട്. बिली ग्राहम का प्रचार मैंने सुना है, ബില്ലി ഗ്രഹാമിന്റെ പ്രസംഗം रोज കേട്ടിട്ടുണ്ട്. रोशमा का प्रचार सुना रोज है, रोशमा सबका मैं बहुत बड़े बड़े लोगों का प्रचार വലിയ सुना है। ആൾക്കാരുടെ പ്രസംഗം കേട്ടിട്ടുണ്ട്. सब में भूल जाता है, भूल ഞാൻ गया। എല്ലാ പ്രസംഗവും മറന്നു പോകും. പക്ഷേ लेकिन जोएल जो प्रचार किया आज भी मेरे दिल में पूरा का पूरा कॉपी कर रखा है। लेकिन ജോയൽ അന്ന് പ്രസംഗിച്ച പ്രസംഗം ഇന്നും എന്റെ ഹൃദയത്തിനകത്ത് കോപ്പി माता पिता आप में से कितने लोग अपने बच्चों का प्रचार सुनना चाहता है? അപ്പനും അമ്മമാരും എത്ര പേര് അവരുടെ മക്കളുടെ പ്രസംഗം കേൾക്കാൻ ആഗ്രഹിക്കുന്നു? हालेलुया। ഹല്ലേലൂയ. दुनिया में मुझे सबसे ज्यादा पसंद मेरे बच्चे प्रचार करता है। ലോകത്തിൽ എനിക്ക് ഏറ്റവും
ഏറ്റവും ഇഷ്ടം എന്റെ മക്കളെ പ്രസംഗിക്കുന്നത് मेरी കാണുമ്പോൾ एक ही आशा था, प्रभु मेरी आंख बंद होने के पहले मेरे बच्चे लोग ये बाइबल पकड़ के प्रभु का संदेश हजारों के बीच में देना है, वो मैं देखना चाहता हूँ। आज मैं देख रहा है, मैं फसल काट रहा है, मैं आनंदित इंसान है, मैं भाग्यवान है। എന്റെ ഒറ്റ പ്രാർത്ഥന കർത്താവിന്റെ കണ്ണടയുന്നതിന് മുന്നേ മക്കള് ഈ വേദപുസ്തകം എടുത്ത് കർത്താവിന്റെ വചനം പ്രസംഗിക്കണം. ഇന്ന് ഞാൻ അത് കാണുകയാണ്. ഞാൻ ഏറ്റവും ഭാഗ്യമുള്ള വ്യക്തിയാണ്. എനിക്ക് ഏറ്റവും അങ്ങനത്തെ അനുഭവങ്ങൾ കർത്താവ് തരികയാണ്. എനിക്ക് അമേരിക്കയിൽ വിടാമായിരുന്നു, എനിക്ക് വേണമെങ്കിൽ യൂറോപ്പിൽ വിടാം, എവിടെ अमेरिका में भेज सकता हूँ, यूरोप में भेज, कहीं पर भी भेज सकता हूँ. आत्मा नहीं बचता है, भारत में आत्मा बचता है. അവിടെ ആത്മാക്കളെ വിടുവിക്കാൻ കഴിയത്തില്ല, ഇന്ത്യയിൽ ആത്മാക്കളെ വിടുവിക്കാൻ. हालेलुया, हालेलुया. वो दर्शन मेरे जीवन को बदल डाला है. ആ ദർശനം എന്റെ ജീവിതത്തെ മാറ്റിമറിച്ചു. हजारों के जीवन में वो दर्शन देने के लिए प्रभु ने जिंदगी में सौभाग्य दिया है. ആയിരക്കണക്കിന് ആൾക്കാരുടെ ഹൃദയത്തിനകത്ത് ആ ദർശനം കൊടുക്കുവാൻ കർത്താവിനെ സഹായിച്ചു. इसलिए परमेश्वर के प्रिय लोगों, मैंने बोला सबसे कीमती मनुष्य की आत्मा है. അതുകൊണ്ട് ദൈവമക്കളെ ഞാൻ പറയട്ടെ, ഏറ്റവും വില കൂടിയത് മനുഷ്യന്റെ ആത്മാവാണ്. और सबसे ज्यादा शक्तिशाली क्या है? ഏറ്റവും ശക്തിയുള്ളത് എന്താണ്? ഏറ്റവും ബലമുള്ളത് നീതിമാന്റെ പ്രാർത്ഥന, ധർമ്മിജൻ की प्रार्थना. ഈ പ്രാർത്ഥന सबसे ताकतवर है. हालेलुया, हालेलुया. आपको समझ में नहीं आया? നിങ്ങൾക്ക് മനസ്സിലായില്ലേ? अगर समझ में आता तो आप नाचना कूदना शुरू हो जाता. മനസ്സിലായിരുന്നെങ്കിൽ നിങ്ങൾ ചാടി ഡാൻസ് ചെയ്യുക. हालेलुया. शक्ति कहाँ है? ഏറ്റവും കൂടുതൽ ശക്തി ഏതാണ്? धर्मजन की प्रार्थना में ताकत है. നീതിമാന്മാരുടെ പ്രാർത്ഥനയ്ക്കാണ് ശക്തി. दूसरे शब्दों में मैं कहना चाहता हूं, कलीसिया की प्रार्थना में जितना ताकत है उतना प्रार्थना दुनिया का कोई पार्लियामेंट में नहीं है, दुनिया का कोई सत्ता में नहीं है, कोई अधिकार में नहीं है. यीशु मसीह की कलीसिया में जो ताकत है वो दुनिया की सुप्रीम ताकत है. സഭയുടെ പ്രാർത്ഥനയുടെ ശക്തിയുടെ അത്രയും ശക്തി ലോകത്തിലെ ഒരു പാർലമെന്റിനുമില്ല, ലോകത്തിലെ ഒരു ശക്തികൾക്കുമില്ല. ഏറ്റവും ശക്തിയുള്ളത് സഭയുടെ പ്രാർത്ഥനയ്ക്കാണ്. हालेलुया, हालेलुया. हमें प्रभु कलीसिया में मिलाया गया है. നമ്മളെ കർത്താവ് സഭയ്ക്കകത്ത് കൊണ്ടുവന്നിരിക്കുകയാണ്. हम प्रभु की कलीसिया को पूरा दुनिया में बनाना है. നമുക്ക് കർത്താവിന്റെ സഭ ലോകത്തിൽ മുഴുവൻ ഉണ്ടാക്കണം. मैं मेरी कलीसिया को बनाऊंगा. കർത്താവ് പറഞ്ഞു, ഞാൻ എന്റെ സഭയെ പണിയും. मनुष्य का नहीं है कलीसिया, മനുഷ്യന്റെ അല്ല സഭ. कलीसिया संस्था नहीं है, സഭ ഒരു സംഘടനയല്ല. कलीसिया प्रभु का महिमा प्रकट होने वाला जगह है. സഭ കർത്താവിന്റെ മഹത്വം വെളിപ്പെടുത്തേണ്ട സ്ഥലമാണ്. हालेलुया, 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 हालेलुया. मेरे और आपके द्वारा कलीसिया की महिमा हो. എന്റെ നിങ്ങളുടെ കർത്താവിന്റെ സഭയുടെ മഹത്വം ഉണ്ടാകട്ടെ. शब्दों को मैं समाप्त करता हूं. ഒരു വാക്കുകൂടി പറഞ്ഞു നിർത്താം. आज रात्रि आप में से हर एक के साथ प्रभु बात की समय विश्वास है. രാത്രി പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിച്ച് ഞാൻ വിശ്വസിക്കുക. आपकी थोड़ा दिन परमेश्वर ने और दिया है. वो नाश होने वाला, सड़ जाने वाला दुनिया के लिए मेहनत मत करिए. उस मनुष्य आत्माओं को जो नरक में से स्वर्ग में लाने के लिए आपसे जो हो सकता है करने के लिए निर्णय ले लिए. मेरा परमेश्वर आपकी मन की इच्छाओं को पूरा करने वाला है. आपकी आंखों से देख सकता है परमेश्वर की महिमा उतरते हुए. നശിക്കുന്ന ആത്മാക്കളെ മരണത്തിലേക്ക് വലിച്ചൊഴിച്ചുകൊണ്ട് പോകുന്ന ആൾക്കാരെ വിടുവിക്കുവാൻ, രക്ഷപ്പെടുത്തുവാൻ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കുക. സ്വർഗ്ഗത്തിലെ ദൈവം നിങ്ങളുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ പൂർത്തീകരിച്ചു തരും. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ. ഓ കൃപകളും വരങ്ങളും ജ്വലിച്ചിടുവാൻ ഞങ്ങൾ വചനത്തിൽ വേരൂന്നി വളർന്നിടുവാൻ. കൃപകളും വരങ്ങളും ജ്വലിച്ചിടുവാൻ ഞങ്ങൾ വചനത്തിൽ വേരൂന്നി വളർന്നിടുവാൻ. വീണ്ടും അയക്കണമേ നിൻ ജലമുണർന്നിടുവാൻ. ഓ പിന്മഴയെ വീണ്ടും അയക്കണമേ നിൻ ജനമുണർന്നിടുവാൻ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോ അതിശയം ലോകത്തിൽ നടന്നിടുവാൻ. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോ അതിശയം ലോകത്തിൽ നടന്നിടുവാൻ. ആദിയിലെന്ന പോലെ ആത്മാവേ
അമിതബലം തരണേ. ആദിയിലെന്ന പോലാത്മാവേ അമിതബലം തരണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. അവിടുത്തെ ആവശ്യമേ കർത്താവേ നീ അറിയുന്നു. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയും. ഓ കൃപകളും വരങ്ങളും ജ്വലിച്ചിടുവാൻ ഞങ്ങൾ വചനത്തിൽ വേരൂന്നി വളർന്നിടുവാൻ. കൃപകളും വരങ്ങളും ജ്വലിച്ചിടുവാൻ ഞങ്ങൾ വചനത്തിൽ വേരൂന്നി വളർന്നിടുവാൻ. പിന്മഴയെ വീടുവായേക്കണമേ. ഓ നിൻ ജനമുണർന്നിടുവാൻ. പിന്മഴയെ വീണ്ടും അയക്കണമേ. നിൻ ജനമുണർന്നിടുവോ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. അവിടുത്തെ ബലം ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. അവിടുത്തെ ബലം ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഒരു വലിയ ഇമ്പാർട്ടേഷൻ നടക്കുന്നുണ്ട്. ഇവിടെ പ്രാർത്ഥന ആവശ്യമുള്ളവരെല്ലാം മുന്നിലേക്ക് വരിക. जिसको प्रार्थना की जरूरत है आगे आएंगे. जिसको प्रार्थना की जरूरत है आगे आएंगे. മുന്നിലേക്ക് വരിക, മുന്നിൽ വന്നിരിക്കുക. അപ്പൊ ഈ ഞങ്ങൾ കർത്താവിന്റെ ദാസൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. प्रभु की अभिषेक अभी आपके लिए प्रार्थना करने जा रहे हैं. ഇവിടെ തന്നെ ഒരു വലിയ ചലനം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു. यहाँ पर अभी एक बड़ा चलन यहाँ पे हो रहा है. ദേവദാസന്മാർ മുന്നോട്ട് വന്ന് പ്രാർത്ഥനയ്ക്ക് വേണ്ടി വരികയാണ്. प्रार्थना करने के लिए सब लोग अभी यहाँ पर आगे आ रहा है. അതുകൊണ്ട് ഒരുമിച്ച് അങ്ങ് പ്രാർത്ഥിക്കാൻ പോകുന്നു. इसलिए सबके लिए मिलकर अभी प्रार्थना करेंगे. ഇവിടെ प्रियപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ സൂമിൽ നിങ്ങളുടെ മേലും കർത്താവിന്റെ ആത്മാവ് സ്പർശനത്തെ അയക്കാൻ यहाँ पर പോകുകയാണ്. इनके लिए प्रार्थना जब करेंगे सूम में भी इस समय एक इम्पार्टेशन आपके ऊपर आने वाला है. बालारा लकाबादारा लाबादारा लाबाकातारा दिकल करादा और बस अविश्वास रखें, अविश्वास करिए. परमेश्वर महान है. आत्माविന്റെ इरट्टी पंग दुगुना अभिषेक के द्वारा परमेश्वर एक एक व्यक्ति के ऊपर प्रभु आपका सामर्थ्य उतरने पाए. हो रबा गुरा बला बला ओ रबा ला शौड़ा बला वो छदला रबा ना बला दूरी गला हसुला गला रबा ला बला. सर्वशक्तिमान परमेश्वर आपने अपने पुत्र को, अपना लाडला यीशु को संसार में इसलिए भेजा है